മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ രോഗങ്ങൾ എന്ന ഭാഗത്തെ പറ്റിയാണ് കേട്ടോ. രോഗങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും രോഗങ്ങളെ പറ്റി അറിയാമല്ലേ? നമുക്ക് സാധാരണ വരുന്ന ജലദോഷം മുതൽ ഇപ്പോൾ അടുത്തിടെ വന്ന മഹാമാരിയായ കൊറോണ വരെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. രോഗങ്ങൾ പലതരത്തിലുണ്ട്. പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്തവ, ജനിതക രോഗങ്ങൾ, അങ്ങനെ രോഗങ്ങളെ നമുക്ക് ഒരുപാട് തരത്തിൽ തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ അവ ഓരോന്നും നമ്മൾ പഠിക്കണം. ബാക്ടീരിയ ഡിസീസസ് ഉണ്ട്, വൈറസ് ഡിസീസസ് ഉണ്ട്. PSC കൃത്യമായിട്ട് ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ബാക്ടീരിയ ഡിസീസസും വൈറൽ ഡിസീസസ് ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ക്ലാസ്സിലേക്ക് വരാം. രോഗങ്ങൾ ടോപ്പിക് എന്താണ്? രോഗങ്ങൾ. നിൽക്കോളൂ. ആരോഗ്യം എന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുസ്ഥിതിയാണ്. എന്താണ് ആരോഗ്യം എന്നത്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുസ്ഥിതിയാണ്. അത് കേവലം രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല. എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല, പൂർണ്ണമായ ഒരു സുസ്ഥിതിയാണ്. അത് ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും സുസ്ഥിതിയെ നമുക്ക് ആരോഗ്യമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല, ശരീരത്തിന് ആ രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയല്ല. മനസ്സിപ്പം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിലും അയാളും എന്താണ്? രോഗി എന്നത് തന്നെയാണ്. രോഗത്തെ നമുക്ക് പകരുന്നവയെന്നും പകരാത്തവയെന്നും രണ്ടായി തരംതിരിക്കാം. പ്രധാനമായിട്ടും നമ്മൾ തരംതിരിക്കുന്നത് എങ്ങനെയാണ്? പകരുന്നവയെന്നും പകരാത്തവയെന്നുമാണ് തരംതിരിക്കുന്നത്. ജനിതക രോഗങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? വ്യത്യസ്ത തരം രോഗങ്ങളാണ് അല്ലേ? ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസറും ഒരു തരത്തിൽ എന്താണ്? ഒരു ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അല്ലേ? പിന്നെ എന്താണ്? ജനിതക രോഗങ്ങൾ. അതെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത്? ജനിതക രോഗങ്ങളെന്ന് പറയുന്നത് അല്ലേ? പകരുന്നവയും പകരാത്തവയൊക്കെ നമുക്ക് പഠിക്കാം. ഇതൊന്ന് പഠിച്ച് നോട്ട് ചെയ്തോളൂ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പത്തോളജി കേട്ടോ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പത്തോളജി. നോക്കിക്കോളൂ. പകർച്ചവ്യാധികൾ. രോഗങ്ങൾ പകരുന്നത് ഭക്ഷണം, മലിനമായ ആഹാരം, വെള്ളം എന്നിവയുടെ ഉപയോഗം മൂലമാണ്. അപ്പം രോഗങ്ങൾ എങ്ങനെയൊക്കെ പകരാം? മലിനമായ ആഹാരത്തിലൂടെ രോഗങ്ങൾ പകരാം, വെള്ളത്തിലൂടെ പകരാം, മറ്റു മൃഗങ്ങളിലൂടെ പകരാം ഇല്ലേ? പിന്നെ രോഗമുള്ളൊരു വ്യക്തിയുടെ സ്രവങ്ങളിലൂടെ രോഗങ്ങൾ എന്ത് ചെയ്യാം? പകരാൻ സാധിക്കും. ചുമ, തുമ്മൽ തുടങ്ങിയ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയുടെ സ്രവങ്ങളിലൂടെ നമുക്ക് എന്ത് പകരാം? രോഗങ്ങൾ പകരാം. നോക്കിക്കോളൂ. ബാക്ടീരിയ, വൈറസ്, ഫംഗസുകൾ, പ്രോട്ടോസോവകൾ, വിരകൾ മുതലായ വിഭാഗത്തിൽപ്പെട്ട പലതരം ജീവികൾ മനുഷ്യരിൽ എന്തുണ്ടാക്കുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നമുക്ക് രോഗകാരികൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം. ഏതിനെയൊക്കെയാണ്? ബാക്ടീരിയാസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവകളുണ്ട്, മറ്റ് വിരകളുണ്ട് അല്ലേ? ചില വിരകളൊക്കെ നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ട്? രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? രോഗകാരികൾ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കും. ആതിഥേയ ജീവികളുടെ ശരീരത്തിന് അകത്തോ പുറത്തോ ജീവിച്ചുകൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? രോഗകാരികളാണ്. ആതിഥേയ ജീവികൾ. ഇപ്പം എൻ്റെ ശരീരത്തിലേക്കാണ് ഒരു രോഗാണു കയറുന്നതെങ്കിൽ ഞാനാണ് ആതിഥേയ ജീവി ഇല്ലേ? എൻ്റെ ശരീരത്തിനുള്ളിലോ പുറത്തോ ജീവിച്ചുകൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവയാണെങ്കിൽ അവയെല്ലാം ഞാൻ ഏത് കാറ്റഗറിയിൽ പറയാം? രോഗകാരികൾ എന്ന കാറ്റഗറിയിൽ പറയാൻ സാധിക്കും. ഓക്കെ. ഇപ്പം എൻ്റെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ ആണ് കയറുന്നതെങ്കിൽ ബാക്ടീരിയയുടെ ശരീരത്തിൽ കയറി ആതിഥേയ ശരീരമാക്കിയിട്ട് എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യും? അവ പെരുകാൻ തുടങ്ങും ഇല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ എന്തുണ്ടാകും? വീക്ക്നെസ് ഉണ്ടായി തുടങ്ങും. എൻ്റെ ശരീരത്തിന് തളർച്ച ഉണ്ടായി തുടങ്ങും. അപ്പോൾ അതെന്താണ്? എനിക്ക് രോഗമുണ്ടാക്കി. ആ രോഗകാരിയാണ് ആര്? ആ ബാക്ടീരിയ. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ. വിവിധ മൃഗങ്ങളിലൂടെ ശരീരത്തിൽ രോഗകാരികൾ പ്രവേശിക്കുകയും എണ്ണത്തിൽ പെരുകുകയും സാധാരണ ജീവൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അവ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. എന്താണ് പോയിന്റ്? വിവിധ മൃഗങ്ങളിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. മൃഗങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തണ്ട. നമുക്കൊരു കൊതുകിനെ കുറിച്ച് പറയാം അല്ലേ? കൊതുകിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പല തരത്തിലുള്ള വൈറസുകളും ബാക്ടീരിയാസുകളും കയറാറുണ്ട് അല്ലേ? കൂടുതലും വൈറസുകളാണ് കൊതുകിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള വ്യത്യസ്ത തരം പനികളെക്കുറിച്ച് നമുക്കറിയാം. കൊതുക് പരത്തുന്ന പലതരം രോഗങ്ങളുണ്ട് അല്ലേ? പ്രവേശിക്കുകയും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസുകൾ ഈ രോഗാണു എണ്ണത്തിൽ എന്ത് ചെയ്യും?
പെരുകും. കാരണം അതിന് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിന് വേണ്ടുന്ന സാഹചര്യം, പെരുകാനുള്ള സാഹചര്യം എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത് എന്ത് ചെയ്യും? എണ്ണത്തിൽ പെരുകുകയും സാധാരണ ജീവൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൻ്റെ നോർമലി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡൗൺ ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡി ഫസ്റ്റിൽ തന്നെ എന്താണ് കാണിക്കുന്നത്? ബോഡി വീക്ക് ആവാൻ തുടങ്ങും അല്ലേ? നമ്മൾ ടയേർഡായി തുടങ്ങും. പിന്നീട് ഈ രോഗാണുവിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. കുറച്ച് ബാക്ടീരിയ രോഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. ആദ്യം പഠിക്കുന്നത് ബാക്ടീരിയ എന്ന രോഗാണു അല്ലെങ്കിൽ സൂക്ഷ്മജീവി പകർത്തുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താണ്? സാംക്രമിക രോഗങ്ങളിൽ പെടുന്നവയാണ്. സാംക്രമിക രോഗങ്ങളെന്ന് വെച്ചാൽ എന്താണ്? പകരുന്നവയാണ് കേട്ടോ. പകരുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാംക്രമിക രോഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന ബാക്ടീരിയ രോഗമാണ് ഏത്? ക്ഷയം. ആദ്യം പഠിക്കുന്ന ബാക്ടീരിയ രോഗം ഏതാണ്? ക്ഷയം കേട്ടോ. രോഗകാരി ഏത് ബാക്ടീരിയ ആണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയത്തിന് ഇംഗ്ലീഷിൽ എന്താണ്? ട്യൂബർകുലോസിസ് ആണല്ലേ. ക്ഷയരോഗം അല്ലേ? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്ഷയരോഗത്തെയാണ്. ആ ക്ഷയരോഗം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ഏത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ കേട്ടോ. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ. രോഗത്തിൻ്റെ പേരാണ് ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ കേട്ടോ. ട്യൂബർകുലോസിസ് ആണ് എന്ത്? ക്ഷയം. ഇതെങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. ക്ഷയരോഗം എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ക്ഷയരോഗം. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഒരു വിശേഷണം പറഞ്ഞു. എന്താണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്ഷയരോഗത്തിനെയാണ് കേട്ടോ. അതിൻ്റെ ചികിത്സാ രീതി ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. എന്താണ് ചികിത്സാ രീതി? ഡോട്ട്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഏതാണ്? ഡോട്ട്സ് എന്നത് കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. അടുത്തതാണ് മാൻഡോക്സ് കേട്ടോ. മാൻഡോക്സ് കേട്ടോ. മാൻഡോക്സ് കേട്ടോ. ഡോട്ട്സ്, മാൻഡോക്സ്. ഇത് രണ്ട് ചികിത്സാ രീതികളും ഏതിൻ്റേതാണ്? ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതികളാണ്. ഡോട്ട്സ്. ഡോട്ട്സ് എന്താണ്? ക്ഷയരോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സ് എന്താണ് പൂർണ്ണരൂപം? ഡയറക്റ്റ്. എന്താണ് ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം? ഡയറക്റ്റ്, ഒബ്സർവ്. ഡയറക്റ്റ്, ഒബ്സർവ്. ടി എന്നാണ്? തെറാപ്പി. ഡയറക്റ്റ്, ഒബ്സർവ്ഡ് തെറാപ്പി. ഷോർട്ട് കോഴ്സ് കേട്ടോ. എന്താണ്? ചികിത്സാ രീതിയാണ്. ക്ഷയത്തിൻ്റെ ചികിത്സാ രീതി ഏതാണ്? ഡോട്ട്സ് ആണ്. ഡോട്ട്സ് എന്താണ് പൂർണ്ണരൂപം? ഡയറക്റ്റ്, ഒബ്സർവ്ഡ് കേട്ടോ. ഡയറക്റ്റ്, ഒബ്സർവ്ഡ് തെറാപ്പി, ഷോർട്ട് കോഴ്സ്. ഇത് പൂർണ്ണരൂപം പഠിച്ചു വെച്ചേക്കണം. എന്താണ്? ഡയറക്റ്റ്, ഒബ്സർവ്, തെറാപ്പി, ഷോർട്ട് കോഴ്സ്. മറ്റൊരു ചികിത്സാ രീതിയാണ് ഏത്? മാൻഡോക്സ് എന്ന ചികിത്സാ രീതി കേട്ടോ. മാൻഡോക്സ് എന്ന ചികിത്സാ രീതിയാണ് എന്തിൻ്റെ? ക്ഷയത്തിൻ്റെ മറ്റൊരു ചികിത്സാ രീതിയാണ്. ശ്വാസകോശത്തെയാണ് എന്ത് ബാധിക്കുന്നത്? എന്ത് ബാധിക്കുന്നത്? ക്ഷയരോഗം ബാധിക്കുന്നത്. അപ്പോൾ ക്ഷയരോഗം ബാധിക്കുന്ന അവയവം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ശ്വാസകോശത്തെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കണം. ക്ഷയരോഗം വായുവിലൂടെയാണ് പകരുന്നത്. നോക്കിക്കോളൂ, വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്തിനെ? ക്ഷയരോഗത്തെ. അപ്പം നമ്മൾ രണ്ട് വിശേഷണങ്ങൾ പഠിച്ചു. എന്താണ്? രോഗങ്ങളുടെ രാജാവ് എന്ന് പഠിച്ചു. രണ്ടാമത്തതാണ് എന്ത്? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ക്ഷയരോഗത്തെയാണ്. അപ്പോൾ ക്ഷയരോഗത്തെ എങ്ങനെ അറിയപ്പെടുന്നു? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഇതിനൊരു വാക്സിൻ ഉണ്ട്. ആ വാക്സിനാണ് ഏത്? BCG വാക്സിൻ. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? കാൽമെറ്റും ഗ്വാറിനും കേട്ടോ. ഈ കാൽമെറ്റും ഗ്വാറിനും കൂടിയാണ് എന്ത് കണ്ടെത്തിയത്? ഈ വാക്സിൻ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ്റെ പേരെന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. ഇത് എന്തിനുള്ള വാക്സിനാണ്? ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വാക്സിനാണ് ഏത്? BCG എന്നല്ലേ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ നൽകേണ്ടുന്ന ഒരു വാക്സിനാണ് ഏത്? BCG എന്ന വാക്സിൻ. നമ്മുടെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പൂർണ്ണരൂപം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. നോക്കിക്കോളൂ, കൂടുതൽ ക്ഷയരോഗികളുള്ളത് ഏത് രാജ്യത്താണ്?
നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ളതും ഏറ്റവും കൂടുതൽ ക്ഷയരോഗ നിവാരണ പദ്ധതികളുള്ളതും എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അക്ഷയ എന്നൊക്കെ പദ്ധതികളൊക്കെ നമുക്കറിയാം. കേരളത്തിലൊക്കെ ഉള്ളൊരു പദ്ധതിയാണ് ഇത് അക്ഷയ പദ്ധതി. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അക്ഷയ പദ്ധതിയൊക്കെ. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. നോക്കിക്കോളൂ, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടലാണ് ഏത്? നിക്ഷയമിത്ര പോർട്ടൽ. നമ്മളൊരു പദ്ധതി കൂടി പറഞ്ഞു. ഏതാണ് പദ്ധതി? അക്ഷയ. ഒരു ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ് അക്ഷയ. ഒരുപാട് പദ്ധതികൾ ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പോർട്ടലാണ് ഏത്? നിക്ഷയ് മിത്ര എന്ന പോർട്ടൽ. ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രോഗമാണ്? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടലാണ് ഏത്? നിക്ഷയ് മിത്ര. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. മറന്നു പോകല്. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലെ എന്നതാണ് എന്ത്? രോഗകാരി. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലെ. ഡോട്ട്സിന്റെ പൂർണ്ണരൂപം മറക്കരുത്. എന്താണ്? ഡയറക്റ്റ് ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ്. അടുത്ത രോഗമാണ് എന്ത്? എലിപ്പനി. ബാക്ടീരിയ തന്നെ പകർത്തുന്ന മറ്റൊരു രോഗമാണ് ഇത് എലിപ്പനി. നമ്മൾ പനി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വൈറൽ ഡിസീസസ് ആണ് അല്ലേ? വൈറസ് ആണ് പനി കൂടുതലായിട്ടും പകർത്തുന്നത്. എന്നാൽ എലിപ്പനി പകർത്തുന്നത് ആരാണ്? ബാക്ടീരിയ ആണ്. 7 days ഫീവർ എന്നറിയപ്പെടുന്നുണ്ട് എലിപ്പനി. 7 days കഴിയുമ്പോൾ മാറും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. 7 ദിവസമാണ് അതിൻ്റെ ആഘാതം നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. മരണം വരെ ഉണ്ടാകാം എന്ത്? എലിപ്പനി ബാധിച്ചാൽ. ഓക്കെ, അഡോൾഫ് വീലാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയൊരു പേര് കൂടിയുണ്ട്? വീൽസ് ഡിസീസ് എന്നോട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വീൽസ് ഡിസീസ് ആരാണ് കണ്ടെത്തിയത്? അഡോൾഫ് വീലാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? എലിപ്പനിയാണ്. 7 days ഫീവർ എന്നറിയപ്പെടുന്നുണ്ട് എലിപ്പനി. ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. പനി പഠിക്കുമ്പോൾ എപ്പോഴും പനി വൈറൽ ഡിസീസസ് ആണ്. അതുകൊണ്ട് തന്നെ എലിപ്പനി അങ്ങനെ കരുതരുത്. എലിപ്പനി ബാക്ടീരിയൽ ഡിസീസാണ്. അത് പ്രത്യേകം തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഷുഗർ കെയിൻ ഫീൽഡ് ഡിസീസ് എന്നറിയപ്പെടുന്നുണ്ട് എന്തിനെ? എലിപ്പനി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കെയിൻ ഫീൽഡിൽ കരിമ്പ് തോട്ടങ്ങളിൽ ധാരാളമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? എലി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കർഷകർക്കാണ് ധാരാളമായിട്ട് എന്തുണ്ടാകുന്നത്? എലിപ്പനി ഉണ്ടാകുന്നത്. എങ്ങനെയാ നോക്കി? എലികൾ, നായ്ക്കൾ എന്നിവയുടെ മൂത്രത്തിലൂടെ എന്ത് പകരുന്നുണ്ട്? എലിപ്പനി പകരുന്നുണ്ട്. അപ്പോൾ എലിയുടെ മൂത്രത്തിലൂടെ മാത്രമല്ല നായ്ക്കളുടെ മൂത്രത്തിലൂടെയും എന്ത് പകരുന്നു? എലിപ്പനി പകരുന്നുണ്ട് അല്ലേ? നമ്മുടെ കാലിലൊക്കെ ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ അണുക്കൾ നമ്മുടെ അണുക്കളുള്ള വെള്ളത്തിൽ നമ്മൾ തൊടുകയോ ചവിട്ടുകയോ ചെയ്യുമ്പോൾ ആ ചെറിയ നമ്മുടെ മുറിവുകളിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഇത് ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഇതെന്ത് ചെയ്യുന്നത്? പകർന്നു പിടിക്കുന്നത്. നോക്കിയേ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കുകയും ഇവ മുറിവിലൂടെ രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. എലിപ്പനി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ. എന്താണ് ചെയ്യുന്നത്? ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും. അതാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഇത് പകരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും ഈ ബാക്ടീരിയ, ഏത് ബാക്ടീരിയയാണ്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട്. അത് മുറിവിലൂടെയാണ് എവിടേക്ക് എത്തുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിലേക്ക് എത്തുന്നത്. അതിലൂടെ രോഗം 7 ദിവസമാണ് ഇതിന് ആഘാതം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 7 days ഫീവർ എന്നറിയപ്പെടുന്നു. ഇതിനുണ്ടാക്കുന്ന ഏറ്റവും മാരകമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുന്നു. നമ്മുടെ ബോഡിക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കാൻ ഈ എലിപ്പനിക്ക് കഴിയുന്നുണ്ട്. അത് മരണ കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത രോഗത്തെ പറ്റി പഠിക്കുകയാണ് കുഷ്ഠം. അല്ലേ? കുഷ്ഠത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഷ്ഠരോഗത്തെ പറ്റി അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. ഏത്? കുഷ്ഠരോഗം. മറന്നു പോകല്. കുഷ്ഠം ഏത് തരം ഡിസീസാണ്? ബാക്ടീരിയൽ ഡിസീസാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗമാണ്. ഏതാണ്? ഹാൻസൻസ് രോഗം എന്നാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കുഷ്ഠരോഗം അറിയപ്പെടുന്നത് കേട്ടോ. ഹാൻസൻസ് രോഗം കുഷ്ഠം അറിയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ്? കുഷ്ഠരോഗമാണ് അല്ലേ? മാരകമായ ഒരു അവസ്ഥയാണ് കുഷ്ഠരോഗം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ്. എന്താണ്? വളരെ സാവധാനം മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ?
പകരുകയുള്ളൂ. പകർച്ചവ്യാധിയാണ്. എന്നാൽ വളരെ സാവധാനം മാത്രമേ ഇത് എന്ത് ചെയ്യുകയുള്ളൂ, ഈ രോഗിയെ പരിചരിക്കുന്നവർക്കൊക്കെ വളരെ സാവധാനം മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവരുടെ ശരീരത്തിലേക്കും പകരുകയില്ല. അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ എന്തിനുണ്ട്, കുഷ്ഠരോഗത്തിനുണ്ട്. കുഷ്ഠരോഗത്തിൻ്റെ ബാക്ടീരിയ ഏതാണെന്ന് അറിയണം, മൈക്രോബാക്ടീരിയം ലെപ്രൈ കേട്ടോ. ക്ഷയരോഗത്തിൻ്റെ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലെ ആയിരുന്നു. ഇതെന്താണ്, മൈക്രോബാക്ടീരിയം ലെപ്രൈ. കുഷ്ഠരോഗത്തിൻ്റെ ബാക്ടീരിയയുടെ പേര് പഠിച്ചു വെച്ചേക്കണം, മറന്നു പോകല്ലേ. ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ടീരിയ ഏതാണെന്ന്. ബാക്ടീരിയ ഡിസീസ് ആണോ എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, മൈക്രോബാക്ടീരിയം ലെപ്രൈ എന്ന ബാക്ടീരിയയാണ് എന്ത് പകർത്തുന്നത്, കുഷ്ഠരോഗം പകർത്തുന്നത്. ഹാൻസെറ്റ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നു. വളരെ സാവധാനം മാത്രമേ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, വളരെ സാവധാനം മാത്രമേ എന്ത് പകരുകയുള്ളൂ, കുഷ്ഠരോഗം പകരുകയുള്ളൂ. എന്താണ് അതിൻ്റെ ടെസ്റ്റ്, ഹിസ്റ്റമിൻ ടെസ്റ്റ് കേട്ടോ. കുഷ്ഠരോഗം നിർണയ ടെസ്റ്റാണ് ഇത്, ഹിസ്റ്റമിൻ ടെസ്റ്റ്. മറ്റൊരു ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, ലെപ്രമിൻ ടെസ്റ്റ്. ഇപ്പോൾ 2 ടെസ്റ്റുകൾ പഠിക്കണം. ഏതൊക്കെയാണ്, ഹിസ്റ്റമിൻ ടെസ്റ്റും ലെപ്രമിൻ ടെസ്റ്റും. ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്, കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് ഏതൊക്കെ, ഹിസ്റ്റമിനും ലെപ്രമിനും. നോക്കിക്കോളൂ എങ്ങനെയാണ് ബാധിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് എന്ത് ബാധിക്കുന്നത്, കുഷ്ഠരോഗം ബാധിക്കുന്നത്. ത്വക്ക്, കണ്ണ് എന്നിവയൊക്കെ ബാധിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാഡീ വ്യവസ്ഥ എന്ത് ബാധിക്കുന്നുണ്ട്, കുഷ്ഠരോഗം ബാധിക്കുന്നുണ്ട്. നോക്കിക്കോളൂ, അതിന് പ്രധാനപ്പെട്ട മരുന്നുകൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. റിഫാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുൻകാല ചോദ്യത്തിൽ വന്നതാണ്. ഇതിനുപയോഗിക്കുന്ന മരുന്നുകളാണ് ഏതൊക്കെ, ഡാപ്സോൺ. ഒന്നാമത്തെ മരുന്നിൻ്റെ പേരെന്താണ്, ഡാപ്സോൺ, റിഫാംപിൻ, ക്ലോഫാസിമിൻ. ഇതൊക്കെയാണ് 3 മരുന്നുകളുടെ പേര്. ഡാപ്സോൺ, റിഫാംപിൻ, ക്ലോഫാസിമിൻ എന്നീ മരുന്നുകളൊക്കെ എന്തിനുപയോഗിക്കുന്നതാണ്, കുഷ്ഠരോഗത്തിന് നൽകുന്ന മരുന്നുകളാണ്. ഇവയൊക്കെ 3ൻ്റെയും പേര് പഠിച്ചു വെച്ചിരിക്കണം. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചോദിച്ചിട്ടുണ്ട് അടുത്തിടെയായിട്ട് മെയിൻ എക്സാമുകളിലൊക്കെ. മരുന്നുകളുടെ പേരുകൾ, ഇപ്പം ആൽബൻഡസോൾ എന്ന മരുന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. വിര ഇളക്കത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. അതുപോലെ മന്തിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് ആൽബൻഡസോൾ DEC ഒക്കെ. അപ്പം അതേപോലെ മരുന്നുകളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. റിഫാംപിൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിഫാംപിൻ, ഡാപ്സോൺ, ക്ലോഫാസിമിൻ എന്നീ മരുന്നുകളൊക്കെ കുഷ്ഠത്തിന് ഉപയോഗിക്കുന്നതാണ്. റിഫാംപിൻ എന്തിനും കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ, ക്ഷയരോഗത്തിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ബാക്ടീരിയൽ ഡിസീസ് അല്ലേ, രണ്ടും മൈക്രോബാക്ടീരിയ എന്ന ഫാമിലി പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ക്ഷയരോഗത്തിനും എന്ത് നൽകുന്നുണ്ട്, റിഫാംപിൻ എന്ന മരുന്ന് നൽകുന്നുണ്ട് കേട്ടോ. ക്ഷയരോഗത്തിന് നൽകുന്നുണ്ട്, കുഷ്ഠത്തിനും നൽകുന്നുണ്ട്. അപ്പോൾ കുഷ്ഠത്തിനുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ ഡാപ്സോൺ പഠിക്കണം, റിഫാംപിൻ പഠിക്കണം, ക്ലോഫാസിമിൻ പഠിക്കണം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി എന്നാണ് ആരംഭിച്ചത് ഇന്ത്യയിൽ, 1955 കേട്ടോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത് എന്നാണ്, 1955. നമ്മുടെ ഗാന്ധിജിയൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്, വർഷം മറന്നു പോകല്, 1955 മാർച്ച് 24-നാണ്. അതുകൊണ്ട് തന്നെ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ്, മാർച്ച് 24 കേട്ടോ. അപ്പോൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ഏതാണ്, മാർച്ച് 24. ഡേറ്റ്, ഇയർ എന്നാണ്, നിർമ്മാർജ്ജനം ആരംഭിച്ച വർഷം 1955. മറന്നു പോകല്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ടെസ്റ്റുകളാണ് ഹിസ്റ്റമിൻ ടെസ്റ്റും ലെപ്രമിൻ ടെസ്റ്റുമാണ്. ചികിത്സ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പേരുകൾ റിഫാംപിൻ, ക്ലോഫാസിമിൻ, ഡാപ്സോൺ. റിഫാംപിൻ, ക്ലോഫാസിമിൻ കേട്ടോ. മറ്റൊരു ബാക്ടീരിയൽ ഡിസീസാണ് ഡിഫ്തീരിയ. എന്താണ്, ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഇത്, ഡിഫ്തീരിയ എന്ന ബാക്ടീരിയൽ ഡിസീസ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് അതിൻ്റെ ബാക്ടീരിയ. ഡിഫ്തീരിയ എന്ന രോഗം പകർത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറൈൻ ആണ് കേട്ടോ, കൊറൈൻ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ തൊണ്ടമുള്ള് എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തൊണ്ടയുമായി ബന്ധപ്പെട്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥിക്ക് വീക്കം, ക്രമേണ മസ്തിഷ്കം, ഹൃദയം എന്നിവ ഇത്
ബാധിക്കുന്നു. അപ്പോൾ തൊണ്ടയ്ക്കും കഴുത്തിലെ ലിംഫ് ഗ്രന്ഥിക്ക് വീക്കവും ഉണ്ടാക്കുന്നു. എന്ത്? ഡിഫ്തീരിയ എന്ന രോഗം ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയാണിത് പകരുന്നത്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ എന്ത് ചെയ്യും? ഡിഫ്തീരിയ ഉള്ള ഒരാളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന അടുത്ത ആൾക്ക് എന്തുണ്ടാകാം? ഡിഫ്തീരിയ ഉണ്ടാക്കാം. കാരണം അയാളുടെ ശരീരത്തിലെ സ്രവങ്ങളിലൂടെയാണ് എന്ത് പകരുന്നത്? ഡിഫ്തീരിയ എന്ന രോഗം പകരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ് കേട്ടോ. ഷിക്ക് ടെസ്റ്റ്. ഓക്കെ, ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഏതാണ്? ഷിക്ക് ടെസ്റ്റാണ്. ഷിക്ക് ടെസ്റ്റ്. മറ്റൊരു ബാക്ടീരിയൽ ഡിസീസാണ് ഏത്? ടൈഫോയിഡ്. ഏതാണ്? ടൈഫോയിഡ്. നോക്കിക്കോളൂ, സന്നിപാത ജ്വര എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ടൈഫോയിഡ്. വളരെ മാരകമായ ഒരു രോഗാവസ്ഥയാണ് എന്ത്? ടൈഫോയിഡ് എന്ന് പറയുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? സന്നിപാത ജ്വര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ബാക്ടീരിയ സാൽമണല്ല ടൈഫി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നമ്മൾ ഓരോന്നിൻ്റെയും ബാക്ടീരിയാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്ടീരിയാസിൻ്റെ പേരെല്ലാം പഠിച്ചു പോകണം. ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? ട്യൂബർക്ലോസിസ്. എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ. അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്? കുഷ്ഠം. കുഷ്ഠവും സെയിം തന്നെ. എങ്ങനെയാണ്? മൈക്രോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗം പകർത്തുന്നത്. എലിപ്പനിയാണെങ്കിലോ ലാക്ടോസ്പൈറയാണ് പകർത്തുന്നത്. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ തൊണ്ടമുണ്ട് പഠിച്ചു. ഡിഫ്തീരിയ അല്ലേ? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് എന്ത് പകർത്തുന്നത്? ഡിഫ്തീരിയ രോഗം പകർത്തുന്നത്. അത്യമാരകമായ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഏത്? ടൈഫോയിഡ് എന്ന രോഗം. എന്താണ്? വളരെ വൃത്തികെട്ട ഒരു രോഗമാണ് എന്ത്? ടൈഫോയിഡ് എന്ന രോഗം. ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ടൈഫി. ഏതാണ് ബാക്ടീരിയ? സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് എന്ത് പകർത്തുന്നത്? ടൈഫോയിഡ് രോഗം. മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നു. എങ്ങനെയാണ് പകരുന്നത്? മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. ബാധിക്കുന്ന അവയവം PSC ചോദിച്ചിട്ടുണ്ട്. ചെറുകുടലിനെയാണ് എന്ത് ബാധിക്കുന്നത്? ടൈഫോയിഡ് ബാധിക്കുന്നത്. എന്തിനെയാണ് ബാധിക്കുന്നത്? ചെറുകുടലിനെയാണ്. മറന്നു പോകല്. ബാക്ടീരിയ സാൽമണല്ല ടൈഫിയാണ്. ഓക്കെ. കടുത്ത പനി, ക്ഷീണം, തലവേദന, വയറുവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ കേട്ടോ. അപ്പോൾ പനി തന്നെ എന്താണ്? ഒരു ഗ്യാപ്പില്ലാതെ തുടർച്ചയായിട്ട് കുറേ ദിവസത്തേക്ക് എന്ത് ചെയ്യും? ഭയങ്കരമായ പനിയാണ്. മരുന്നൊക്കെ കൊടുത്താൽ പോലും കുറേ ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാകും? ഈ പനി നിലനിൽക്കും കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണം, തലവേദന, വയറുവേദന എന്നീ ലക്ഷണങ്ങൾ എന്തിനുണ്ട്? ടൈഫോയിഡ് രോഗത്തിനുണ്ട്. ഇവ കുടലിൽ എന്തുണ്ടാക്കുന്നു? ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ ടൈഫോയിഡ് രോഗത്തിൻ്റെ എന്താണ് തീവ്രമായ അവസ്ഥയിൽ, അതായത് രോഗം പിടിപെട്ട് കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ മരുന്നോ നമുക്ക് അതിന് വേണ്ടുന്ന മെഡിസിൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ ചെറുകുടലിനെ ബാധിച്ച് ഈ ബാക്ടീരിയാസ് ചെറുകുടലിൽ എന്തുണ്ടാക്കാൻ തുടങ്ങും? ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും അതുമൂലം എന്തുണ്ടാവും? മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് നിർണയ ഒരു ടെസ്റ്റാണ് ഏത്? വൈഡൽ ടെസ്റ്റ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ടൈഫോയിഡിനെ കുറിച്ച് പഠിച്ച ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ടൈഫിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. കൂടാതെ ഇത് എന്ത് സംഭവിക്കും? ചെറുകുടലിൽ ദ്വാരങ്ങൾ വരെ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ഏത്? സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത രോഗം ഏതാണ്? നിമോണിയ എന്ന രോഗം. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗമാണ് ഇത്, നിമോണിയ എന്നത്. നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുണ്ട്. ഈ നിമോണിയയും കോവിഡും കൂടെ ഒക്കെ ഒന്നിച്ച് വന്നിട്ട് മരണമൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നോക്കിക്കോളൂ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന ബാക്ടീരിയയാണിത് ബാക്ടീരിയ ഏതാണെന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയ ആണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത്, ന്യൂമോണിയ രോഗം. പകർത്തുന്ന ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് എന്ത് പകർത്തുന്നത്? ന്യൂമോണിയ രോഗം പകർത്തുന്നത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഇത് ശ്വാസകോശത്തിലെ വായു അറേ, അതായത് നമ്മുടെ ആൽവിയോളേസ് ഉണ്ടല്ലോ, നമ്മൾ ശ്വാസകോശം പഠിച്ചു ഇല്ലേ? ആൽവിയോളേസ് ആണ് എന്തിന് സഹായിക്കുന്നത്? വാതക വിനിമയത്തിന് സഹായിക്കുന്നത് ആൽവിയോളേസ് ആണ്. ഈ ആൽവിയോളേസിനെയാണ് എന്ത് ബാധിക്കുന്നത്? ന്യൂമോണിയ എന്ന രോഗം ബാധിക്കുന്നത് കേട്ടോ. ന്യൂമോണിയ എന്ന രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തിലെ വായു അറയാണ്. അതിൻ്റെ ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ. ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ഇതെങ്ങനെ അറിയപ്പെടുന്നു? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് അറിയപ്പെടുന്നു.
അണുബാധയുടെ ഫലമായി വായു അറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. എന്താണ്? ഈ അണുബാധയുടെ ഫലമായി ഈ വായു അറകൾ, അതായത് ഈ ആൽവിയോളൈസ് എന്ത് നിറയും? പൂർണ്ണമായിട്ടും ദ്രവത്താൽ, അത് മ്യൂക്കസ് ഒക്കെ കയറി എന്ത് ചെയ്യും? നിറയും. അതുകൊണ്ട് തന്നെ വാതക വിനിമയം സാധ്യമല്ല. അതുകൊണ്ട് എന്തുണ്ടാകും? ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാകും. പനി, ചുമ, തലവേദന, വിറയൽ എന്നിവയൊക്കെയാണ് എന്തിൻ്റെ ലക്ഷണങ്ങൾ? ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ. ഇതൊരു പകർച്ചവ്യാധിയാണ്. വളരെ വേഗം പിടിപെടാവുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഇത് ന്യൂമോണിയ എന്ന രോഗം. ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ന്യൂമോണിയ ബാധിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽവിയോളൈസിനെയാണ് എന്ത് ബാധിക്കുന്നത്? ന്യൂമോണിയ ബാധിക്കുന്നത്. ന്യൂമോണിയയുമായി ബന്ധപ്പെട്ട ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്നുണ്ട് എന്ത്? ന്യൂമോണിയ എന്ന രോഗം. അടുത്താണ് പ്ലേഗ്. പ്ലേഗ് ഒരു മറ്റൊരു ബാക്ടീരിയ ഡിസീസാണ് ഇത് പ്ലേഗ്. എർസേനിയ പസ്റ്റിസ് എന്ന ബാക്ടീരിയ ആണിത് പകർത്തുന്നത്. അപ്പോൾ പ്ലേഗ് രോഗം എന്താണ്? ചെളിച്ചെള്ള എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. എർസേനിയ പസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് എന്ത് പകർത്തുന്നത്? പ്ലേഗ് രോഗം പകർത്തുന്നത്. പനി, തലവേദന എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ജെൻഡാമൈസിൻ കേട്ടോ, പ്ലേഗിന് നൽകുന്ന മരുന്നിൻ്റെ പേരാണ് ഇത് ജെൻഡാമൈസിൻ. ജെൻഡാമൈസിൻ എന്താണ്? മെഡിസിനാണ് കേട്ടോ. എന്തിന് നൽകുന്ന മെഡിസിനാണ്? പ്ലേഗ് എന്ന രോഗത്തിന് നൽകുന്ന മെഡിസിനാണ് ജെൻഡാമൈസിൻ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ് കേട്ടോ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. ബാക്ടീരിയ ഏതാണ്? എർസീനിയ പസ്റ്റിസ് ആണ്. പനി, തലവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. അതിൻ്റെ മെഡിസിൻ ഏതാണ്? ജെൻഡാമൈസിൻ. നമുക്ക് മറ്റ് രോഗങ്ങളിലേക്ക് പോകാം. നോക്കിക്കോളൂ. കോളറ വിഷൂജിക എന്നറിയപ്പെടുന്നു കേട്ടോ. കോളറ വിഷൂജിക എന്ന് അറിയപ്പെടുന്നു. ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറ രോഗം പകർത്തുന്നത്. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ആണ് കോളറ രോഗം പകർത്തുന്നത്. മലയാളം എന്താണ്? വിഷൂജിക. മലിനമായ ജലത്തിലൂടെയോ ആഹാരത്തിലൂടെയോ ഒക്കെയാണ് കോളറ രോഗം പകരുന്നത്. ചെറുകുടലിനെയാണ് എന്തും ബാധിക്കുന്നത്? നമ്മുടെ ടൈഫോയിഡ് പോലെ തന്നെ ചെറുകുടലിനെ ബാധിക്കുന്നു. ആര്? കോളറ രോഗം. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നു അല്ലേ? നമ്മൾ നേരത്തെ ബ്ലാക്ക് ഡെത്ത് എന്ന് പഠിച്ചത് ഏതാണ്? പ്ലേഗ് ആണ്. പ്ലേഗ് എന്താണ്? ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം. ഇതെന്താണ്? ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോളറയാണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് അല്ലേ? കോളറ കാലത്തെ പ്രണയം എന്നൊരു കൃതി ഉണ്ടല്ലോ, അതാരുടേതാണ്? കോളറ കാലത്തെ പ്രണയം എന്ന കൃതി ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ PSC ഒരുപാട് തവണ പ്രണയം എന്ന കൃതി എഴുതിയത് മാർക്കേസ് ആണ് കേട്ടോ. ഗബ്രിയേൽ ഗാർഷ്യ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 2014-15 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കോളറ കാലത്തെ പ്രണയം എന്ന കൃതി ആരുടേതാണെന്ന്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ കൃതിയാണ് ഏത്? കോളറ കാലത്തെ പ്രണയം. ആ കോളറ നമ്മുടെ ഏതിനെയാണ് ബാധിക്കുന്നത്? ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? ബ്ലൂ ഡെത്ത് എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ബ്ലൂ ഡെത്ത് എന്ന് അറിയപ്പെടുന്നു. അടുത്ത രോഗമാണ് ടെറ്റനസ്. ഏത് ബാക്ടീരിയ? ക്ലോസ്ട്രീഡിയം ടെറ്റനെ എന്ന ബാക്ടീരിയ ആണ് കേട്ടോ. ക്ലോസ്ട്രീഡിയം ടെറ്റനെ എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് എന്ന രോഗം ഉണ്ടാക്കുന്നത്. നാഡീ വ്യവസ്ഥയാണ് എന്ത് ബാധിക്കുന്നത്? നമ്മൾ ടെറ്റനസ് ബാധിക്കുന്നത്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോക്ക് ജോ ഡിസീസ് അറിയപ്പെടുന്നു. നമ്മൾ TT ഇഞ്ചക്ഷൻ എടുക്കത്തില്ലേ? ടെറ്റനസിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കത്തില്ലേ? ഇപ്പോൾ സപ്പോസ് ചിലർക്ക് ടെറ്റനസ് ഒക്കെ എടുക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അസുഖത്തിലേക്ക് കടക്കുകയും ഈ ലോക്ക് ജോ ഡിസീസ് ഉണ്ടാകുകയും ചെയ്യും. ലോക്ക് ജോ ഡിസീസ് മീൻസ് നമ്മുടെ താടിയെല്ലാം എന്ത് ചെയ്യും? ലോക്കാവും. താടിയെല്ല് ലോക്കാവും. നമുക്ക് വാ തുറക്കാനോ അടയ്ക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതാണ് അതിൻ്റെ ഫസ്റ്റ് സിംറ്റം കേട്ടോ. അപ്പോൾ ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ്? ടെറ്റനസിനെയാണ്. ടെറ്റനസിൻ്റെ ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനെയാണ്. ടെറ്റനോസ്പാമിൻ ഇതിനകത്തുള്ളൊരു ടോക്സിനാണ്. അതായത് ഈ ബാക്ടീരിയയുടെ ശരീരത്തിലുള്ള ഒരു വിഷവസ്തുവാണ് ടെറ്റനോസ്പാസ്മിൻ കേട്ടോ. ടെറ്റനോസ്പാസ്മിൻ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ലോസ്ട്രീഡിയം ടെറ്റനെയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത്? ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടെറ്റനസ് ആണ്. ഈ ടെറ്റനസ് ബാക്ടീരിയയുടെ ശരീരത്തിലുള്ള ഒരു ടോക്സിൻ, ഒരു വിഷവസ്തുവാണ് ഏത്? ടെറ്റനോസ്പാസ്മിൻ കേട്ടോ. ടെറ്റനോസ്പാസ്മിൻ ഇതൊരു
വിഷവസ്തുവാണ്. ഈ ബാക്ടീരിയയുടെ ശരീരത്തിലുള്ളൊരു വിഷവസ്തുവാണ്. ഈ വിഷവസ്തുവാണ് ഏത് രോഗം ഉണ്ടാക്കുന്നത്? ഈ ടെറ്റനസിന് കാരണമാകുന്നത്. ഓക്കെ ആണല്ലോ. മറ്റൊരു രോഗത്തെക്കുറിച്ച് പഠിക്കാം. ഒരു STD ആണിത്. STD മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. STD. സിഫിലിസ് എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ദ ഗ്രേറ്റ് ഇമിറ്റേറ്റർ എന്നും ഫ്രഞ്ച് ഡിസീസ് എന്നും ഇറ്റാലിയൻ ഡിസീസ് എന്നും അറിയപ്പെടുന്ന ഒരു രോഗമാണ് ഇത് സിഫിലിസ്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ഫസ്റ്റിലേ നമ്മൾ പഠിച്ച പോയിന്റ്, ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പിന്നെന്താണ് പറഞ്ഞത്? ദ ഗ്രേറ്റ് ഇമിറ്റേറ്റർ. ഈ രോഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ദ ഗ്രേറ്റ് ഇമിറ്റേറ്റർ എന്നും ഫ്രഞ്ച് ഡിസീസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഡിസീസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് ഏത്? സിഫിലിസ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പല്ലിഡം. ട്രിപ്പോണിമ പല്ലിഡം കേട്ടോ. ഇതിൻ്റെ ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പല്ലിഡം. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇതിനെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? ഗ്രേറ്റ് ഇമിറ്റേറ്റർ, ഫ്രഞ്ച് ഡിസീസ്, ഇറ്റാലിയൻ ഡിസീസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. പ്രധാനമായിട്ടും സിഫിലിസ് എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയയുടെ പേര് പഠിച്ചു വെച്ചേക്കണം. ട്രിപ്പോണിമ പല്ലിഡം ചോദിച്ചിട്ടുണ്ട്. ട്രിപ്പോണിമ പല്ലിഡത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം അടുത്ത ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഗൊണേറിയ കേട്ടോ. അതും ഒരു STD ആണ്. STD മീൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗൊണേറിയം എന്താണ്? ഒരു STD ആണ്. നെസീറിയ ഗൊണേറിയ എന്ന് പറയുന്നത് എന്താണ്? നെസീറിയ ഗൊണേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഏത് രോഗമുണ്ടാക്കുന്നത്? ഗൊണേറിയ രോഗമുണ്ടാക്കുന്നത്. ലൈംഗിക സ്രവങ്ങളിലൂടെയാണ് എന്ത് പകരുന്നത്? ഗൊണേറിയ രോഗം പകരുന്നത്. ഓക്കെ ആണല്ലോ. ലൈംഗിക സ്രവങ്ങളിലൂടെയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക സ്രവങ്ങളിലൂടെ പകരുന്ന രോഗമാണ് ഇത് ഗൊണേറിയ എന്ന രോഗം. ഓക്കെ ആണല്ലോ. ദ ക്ലാപ്പ് എന്നറിയപ്പെടുന്നു കേട്ടോ. ദ ക്ലാപ്പ്. ദ ക്ലാപ്പ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഗൊണേറിയ രോഗം. സ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. അതിൻ്റെ ബാക്ടീരിയ ഏതാണെന്ന് പഠിച്ചു വെച്ചേക്കണം. നെസീറിയ ഗൊണേറിയ. നെസീറിയ ഗൊണേറിയ എന്ന ബാക്ടീരിയയാണ് ഗൊണേറിയ രോഗം പകരുന്നത്. ഓക്കെ. അടുത്തയാണ് ക്ലാമിഡിയാസിസ്. അതും STD ആണ്. ക്ലാമിഡിയാസിസ് എന്താണ്? STD ആണ്. ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്. ക്ലാമിഡിയ ട്രാക്കോമാറ്റീസ് എന്ന ബാക്ടീരിയയാണ് എന്തുണ്ടാക്കുന്നത്? ക്ലാമിഡിയാസിസ് ഉണ്ടാക്കുന്നത്. നിശബ്ദ അണുബാധ എന്നറിയപ്പെടുന്നു കേട്ടോ. നിശബ്ദ അണുബാധ എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ലാമിഡിയാസിസ്. ഇപ്പോൾ ബാക്ടീരിയ പകർത്തുന്ന 3 STDs നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണത്? ഒന്ന് ഗൊണേറിയ, ഒന്ന് ക്ലാമിഡിയാസിസ്, ഒന്ന് സിഫിലിസ്. അപ്പോൾ സിഫിലിസ്, ഗൊണേറിയ, ക്ലാമിഡിയാസിസ് ഇത് 3 STDs ആണെന്ന് പ്രധാനമായിട്ടും ഓർത്തു വെച്ചേക്കണം. മാത്രമല്ല ഇത് 3ഉം ഉണ്ടാക്കുന്നത് ഏത് രോഗാണുവാണ്? ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. നിശബ്ദ അണുബാധ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് ക്ലാമിഡിയാസിസ് എന്ന രോഗം. ഓക്കെ. വില്ലൻ ചുമ. ബോർഡറ്റല്ല പെർട്ടൂസിസ് എന്നാണ് ബാക്ടീരിയയുടെ പേര്. ബോർഡറ്റല്ല പെർട്ടൂസിസ്. എത്രയോ തരത്തിലുള്ള ബാക്ടീരിയയെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ വിവിധ തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നോക്കിക്കോളൂ. ബോർഡറ്റല്ല പെർട്ടൂസിസ്. ബോർഡറ്റല്ല പെർട്ടൂസിസ്. ഇത് ജീനസ് നെയിമോ ഇത് സ്പീഷീസ് നെയിമോ അല്ലേ? നോക്കിക്കോളൂ. ബോർഡറ്റല്ല പെർട്ടൂസിസ്. ഈ ബാക്ടീരിയയുടെ പേരാണ് ബോർഡറ്റല്ല പെർട്ടൂസിസ്. ഓക്കെ ആണല്ലോ. വില്ലൻ ചുമ എന്തെങ്ങനെയാണ് അറിയപ്പെടുന്നത്? വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നു കേട്ടോ. വൂഫിംഗ് കഫ് അല്ലെങ്കിൽ വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് വില്ലൻ ചുമ. 100 ഡേ കഫ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാലും വില്ലൻ ചുമയാണ്. ശ്വാസകോശ ഭിത്തിയാണ് ബാധിക്കുന്നത്. വില്ലൻ ചുമ ബാധിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ഭിത്തിയാണ്. മാരകമായ ഒരു രോഗാവസ്ഥയാണ് വില്ലൻ ചുമ. DPT വാക്സിൻ എല്ലാവർക്കും അറിയാവുന്ന വാക്സിനാണ് ഇത്. DPT വാക്സിൻ അല്ലേ? വില്ലൻ ചുമയ്ക്ക് നൽകുന്ന ഒരു വാക്സിനാണ് ഇത് DPT വാക്സിൻ. അപ്പോൾ ബോർഡറ്റല്ല പെർട്ടൂസിസ് ആണ് ഇതിൻ്റെ ബാക്ടീരിയ. വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നു. 100 ഡേയ്സ് കഫ് എന്നറിയപ്പെടുന്നു. ശ്വാസകോശ ഭിത്തിയാണ് എന്ത് ബാധിക്കുന്നത്? പെർട്ടൂസിസ് വില്ലൻ ചുമ എന്ന രോഗം ബാധിക്കുന്നത്. മാരകമായ ഒരു രോഗാവസ്ഥയാണ്. ഈ വാക്സിൻ എല്ലാവർക്കും അറിയാം. DPTയോ DTPയോ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. നമ്മൾ ഡിഫ്തീരിയ പഠിച്ചു, തൊണ്ടമുള്ള. പെർട്ടൂസിസ് വില്ലൻ ചുമ,
ടെറ്റനസ് നമ്മൾ പഠിച്ചു ഇല്ലേ, ലോക്ക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന ടെറ്റനസ്. ഈ 3 രോഗത്തിനും നൽകുന്ന ഒരു വാക്സിനാണ് ഏത്, ഈ DPT വാക്സിൻ കേട്ടോ. DPT വാക്സിൻ എന്തിനൊക്കെയാണ് നൽകുന്നത്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. വില്ലൻ ചുമയാണ് പെർട്ടൂസിസ്. അപ്പോൾ വില്ലൻ ചുമയ്ക്ക് നൽകുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ DPT വാക്സിനാണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഒരു കുഞ്ഞ് ജനിച്ച് 7 ദിവസത്തിനുള്ളിൽ എന്ത് നൽകും, കുഞ്ഞിന് DPT വാക്സിൻ നൽകും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറസ് രോഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ക്ഷയരോഗം, കുഷ്ഠരോഗം പഠിച്ചു, ഡിഫ്തീരിയ, STDs ആയിട്ടുള്ള ഗണേറിയ, സിഫിലിസ്, ക്ലാമിഡിയാസിസ് പഠിച്ചു, പ്ലേഗ് പഠിച്ചു. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്, നിമോണിയ അല്ലേ. നിമോണിയ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഡിഫ്തീരിയയെക്കുറിച്ച് പഠിച്ചു. പെർട്ടോസിസ്, ടെറ്റനസ്. പെർട്ടോസിസ് മീൻസ് വില്ലൻ ചുമയാണ്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറൽ ഡിസീസസ് ആണ്, വൈറസ് രോഗങ്ങൾ. നോക്കാം. കോമൺ കോൾഡ്, സാധാരണ ഉണ്ടാകുന്ന പനി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പനിക്കെല്ലാം പ്രധാനമായിട്ടും വൈറസാണ് കാരണക്കാരൻ ഇല്ലേ. എലിപ്പനിക്ക് മാത്രം ആരാണ് കാരണക്കാരൻ, ബാക്ടീരിയയാണ് കാരണക്കാരൻ. മനുഷ്യരിൽ പകരുന്ന രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, കോമൺ കോൾഡ്. വളരെ കൂടുതൽ ആൾക്കാരിൽ ധാരാളം കാണപ്പെടുന്നതാണ് എന്ത്, കോമൺ കോൾഡ്. എല്ലാവർക്കും അറിയാം, റൈനോ വൈറസ്. വൈറസിൻ്റെ പേരെന്താണ്, റൈനോ വൈറസ് ആണ് കേട്ടോ. ശ്വാസകോശത്തെ ബാധിക്കാതെ ഇതാരെയൊക്കെയാണ് ബാധിക്കുന്നത്, നാസികയെയും ശ്വാസനാളത്തെയുമാണ് രോഗാണുക്കൾ ബാധിക്കുന്നത്. അപ്പോൾ സാധാരണ പനി, കോമൺ കോൾഡ്, റൈനോ വൈറസ് പകർത്തുന്ന സാധാരണ പനി നമ്മുടെ നാസികയെയും ശ്വാസനാളത്തെയും ബാധിക്കുന്നു. പക്ഷെ അത് എന്തിനെ ബാധിക്കുന്നില്ല, ശ്വാസകോശത്തെ ബാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ, കൊച്ചു കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ അവർക്ക് 12 മുതൽ 13 തവണ വരെ സാധാരണ പനി വരാമെന്ന് പറയുന്നു. മുതിർന്നവർക്കാണെങ്കിൽ 3 മുതൽ 4 തവണ വരെ വരാമെന്നാണ് പറയുന്നത്. അപ്പം ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും കുട്ടികൾക്ക് എന്ത് വരാം, സാധാരണ ഒരു പനി വരാമെന്നാണ് WHO പറയുന്നത്. നോക്കിക്കോളൂ, മനുഷ്യരിൽ സാധാരണ പകരുന്നവയാണ് വൈറസ്. മറന്നു പോകല്ലേ, ബാക്കിയെല്ലാം നമുക്കിതിനെപ്പറ്റി അറിയാം അല്ലേ. സാധാരണ പനി നമുക്കെല്ലാം വരുന്നവയാണ്, നമുക്കറിയാം. വൈറസ് മറന്നു പോകല്, റൈനോ വൈറസ് ആണ്. ഇത് വളരെ ആഘാതത്തിലേക്ക് എത്താത്തതിൻ്റെ കാരണം ഇതാരെ ബാധിക്കത്തില്ല, ശ്വാസകോശത്തെ ബാധിക്കത്തില്ല, ശ്വാസനാളം വരെയൊക്കെ എത്തും. പക്ഷിപ്പനി, ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലേ. ഏവിയൻ ഇൻഫ്ലുവൻസയാണ് ഇത്, പക്ഷിപ്പനി. വൈറസ് H5N1 ആണ്. H5N1 മറന്നു പോകല്, H5N1 ആണ് പക്ഷിപ്പനി പകർത്തുന്നത്. ഇടക്കാലത്ത് വളരെയധികം കേരളത്തിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്, പക്ഷിപ്പനി. ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്, ഹാങ്കോങ്ങിലാണ് കേട്ടോ. ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്, ഹാങ്കോങ്ങിലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നന്ദൻബാൻ കേട്ടോ. മഹാരാഷ്ട്രയിലെ നന്ദൻബാനിലാണ് ആദ്യമായിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്നു. H5N1 വൈറസ് ആണ് പകർത്തുന്നത്. ഇത് മറന്നു പോകല്ലേ. മറ്റുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. H5N1 ആണ് എന്ത്, പക്ഷിപ്പനി. ചിക്കൻ ഗുനിയ, ആൽഫ വൈറസ് ആണ് പരത്തുന്നത്. ചിക്കൻ ഗുനിയ പറഞ്ഞത് ആൽഫ വൈറസ് ആണ്. ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ് എന്നീ വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്, അതായത് പെൺകൊതുകുകളാണ് എന്ത് രോഗമുണ്ടാക്കുന്നത്, ചിക്കൻ ഗുനിയ എന്ന രോഗം ഉണ്ടാക്കുന്നത്. സന്ധികൾക്ക് വേദന, പനി എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഏതാണ്, രോഗം പകർത്തുന്ന കൊതുകുകളെ പഠിക്കണം. ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ്. ഈഡിസ് ആൽബോപിക്ടസ് ചോദിച്ചിട്ടുണ്ട്, ഈഡിസ് ഈജിപ്തി എന്ന പേരിലും ചോദിച്ചിട്ടുണ്ട്. ഇവ രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട 2 തരത്തിലുള്ള കൊതുകുകളാണ് കേട്ടോ. ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോപിക്ടസുമാണ് എന്തിന് കാരണം, ചിക്കൻ ഗുനിയയുടെ വൈറസുകളെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. ഏത് വൈറസാണിത്, ആൽഫ വൈറസ് ആണ്. ഓക്കെ ആണല്ലോ. പന്നിപ്പനി, H1N1. പന്നിപ്പനി എന്താണ്, H1N1 വൈറസ് ആണ് കേട്ടോ. പന്നിപ്പനി പകർന്നത് H1N1 വൈറസ് ആണ്. പക്ഷിപ്പനിയാണെങ്കിലോ 5 പക്ഷികളുണ്ട് കേട്ടോ, H5N1 ആണ് കേട്ടോ. ഇത് H1N1 വൈറസ് ആണ്. ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്, മെക്സിക്കോയാണ്. പക്ഷിപ്പനി ഹോങ്കോങ്ങിലാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്. പന്നിപ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്, ഹൈദരാബാദിലാണ്. അപ്പോൾ ഇതിൻ്റെ വൈറസിൻ്റെ പേര് മറന്നു പോകല്ലേ. പന്നിപ്പനിയുടെ ഏതാണ്, H1N1 വൈറസാണ്. ഡെങ്കിപ്പനി,
ഈ അടുത്തിടയ്ക്ക് വരെ എന്താണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കിക്കോളൂ, കാരണമായ വൈറസാണ് IgM വൈറസ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ചോദിച്ചിട്ടുണ്ട്. IgM വൈറസാണ് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത്. ഡെങ്കിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നഗരം കൊൽക്കത്തയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ്? ഡെങ്കിപ്പനിയാണ്. അപ്പം ഈ 2 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പോയിന്റും പഠിച്ചു വെച്ചേക്കണം. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് IgM വൈറസ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് അറിയപ്പെടുന്നത്. 5ാം പനി മീസിൽസ് എന്നറിയപ്പെടുന്നു അല്ലേ? മീസിൽസ് വൈറസാണ് 5ാം പനി പകർന്നത്. മീസിൽസ് എന്നറിയപ്പെടുന്നത് 5ാം പനിയാണ്. അടുത്തതാണ് എന്ത്? മഞ്ഞപ്പനി കേട്ടോ. അടുത്തൊരു പോയിന്റാണിത് കേട്ടോ, മഞ്ഞപ്പനി. ഇതൊരു RNA വൈറസാണ് എന്ത്? മഞ്ഞപ്പനി ഉണ്ടാക്കുന്നത്. Aedes aegypti വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പകർന്നത്. മഞ്ഞപ്പനി മഞ്ഞപ്പിത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പം മഞ്ഞപ്പനി പകർന്നത് ഒരു RNA വൈറസാണ്. Aedes aegypti വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മഞ്ഞപ്പനിക്കും കാരണം. അടുത്താണ് പോളിയോമെലിറ്റസ്. പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24 അല്ലേ? പോളിയോ ഇന്ത്യയിൽ നിന്നൊക്കെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് 5 വയസ്സാവുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ എന്ത് നൽകുന്നുണ്ട്? പോളിയോ നൽകുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഒക്ടോബർ 24 പോളിയോ ദിനമാണ്. പോളിയോമെലിറ്റസ് എന്നാണ് ഇത് പൂർണ്ണമായിട്ട് അറിയപ്പെടുന്നത്. പോളിയോ വൈറസാണ് ഇത് പകർന്നത്. 2014 മാർച്ചിൽ ഇന്ത്യ എന്ത് ചെയ്തു? പോളിയോ വിമുക്തമായി. 2014 മാർച്ചോടുകൂടി ഇന്ത്യ പോളിയോ രോഗം എന്നതിൽ നിന്നും മുക്തി നേടി. പോളിയോയുടെ വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? ജോനാസ് സാൽക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ആദ്യമായിട്ട് പോളിയോ വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോനാസ് സാൽക്കാണ്. IPV ആണ് കേട്ടോ. IPV ഇഞ്ചക്റ്റഡ് പോളിയോ വാക്സിൻ ആയിരുന്നു. ഇഞ്ചക്ഷനാണ് അദ്ദേഹം കണ്ടെത്തിയ വാക്സിൻ. നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന വാക്സിൻ ആയിരുന്നു. പിന്നീട് ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയതാണ് ആര്? ആൽബർട്ട് സാബിൻ. പോളിയോയുമായി ബന്ധപ്പെട്ട് പോളിയോമെലിറ്റസ് എന്നാണ് രോഗത്തിൻ്റെ പേര്. പോളിയോ ദിനം എന്നാണ് ഒക്ടോബർ 24. 2014 മാർച്ചിലാണ് ഇന്ത്യ എന്തായത്? പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത്. പോളിയോയുടെ വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോനാസ് സാൽക്ക്. ഓക്കെ, അദ്ദേഹം കണ്ടെത്തിയത് IPV ആണ്. അടുത്തത് ഓറൽ പോളിയോ വാക്സിൻ, വായിലൂടെ നൽകുന്ന തുള്ളിമരുന്ന്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ചിത്രമാണ് കേട്ടോ. എന്താണ് പോളിയോ രോഗവുമായി ബന്ധപ്പെട്ട്? ശരീരത്തിൻ്റെ മസിൽസിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. മസിൽസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? അതായത് നീളം വെക്കുക. അതായത് ആ മസിൽസ് ചുരുങ്ങിയിട്ട് നീളം വെക്കാൻ തുടങ്ങും കേട്ടോ. മസിൽസ് എന്ത് ചെയ്യും? താഴേക്ക് കണ്ട ഈ മസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുട്ടിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കാല് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ കാല് വളരെയധികം മെലിഞ്ഞ് അവസ്ഥയാണ്. പോളിയോമെലിറ്റസ് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. വളരെയധികം മെലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഓരോ മസിൽസും എന്ത് ചെയ്യാൻ തുടങ്ങും? കൺട്രാക്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ചുരുങ്ങിയിട്ട് അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ലൂസ് ആവാൻ തുടങ്ങും കേട്ടോ. അത് ചുരുങ്ങിയിട്ട് ലൂസ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ? അവർ വൈകല്യമുള്ളവരായി മാറും. എയ്ഡ്സ് പ്രധാനപ്പെട്ട ഒരു വൈറൽ ഡിസീസാണ്. എയ്ഡ്സിലെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എയ്ഡ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സ് അറിയപ്പെടുന്നത്. HIV വൈറസ് ആണ് കേട്ടോ. വൈറസ് ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് പകർത്തുന്നത്. അപ്പം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ത് പകർത്തുന്നത്? എയ്ഡ്സ് എന്ന രോഗം പകർത്തുന്നത്. പ്രതിരോധ വ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായി പ്രതിരോധവുമായി ബന്ധപ്പെട്ട WBCയിലെ ഘടകങ്ങളെയും നമ്മുടെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാം പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസാണ് എന്ത്? എയ്ഡ്സ്. വളരെ മാരകമായ ഒരു അവസ്ഥയാണ് അല്ലേ? കാരണം പ്രതിരോധ വ്യവസ്ഥയിൽ ആണ് ബാധിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പ്രതിരോധ വ്യവസ്ഥ വീക്കായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള രോഗങ്ങളെല്ലാം എന്ത് ചെയ്യും? വളരെ വേഗം പിടിപെടും. എയ്ഡ്സ് രോഗ ചികിത്സാ പദ്ധതിയാണ് ഏത്? ആർട്ട്, ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ പദ്ധതിയാണ് ഇത് ആർട്ട്, ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ക്ഷയരോഗത്തിൻ്റെയൊക്കെ ചികിത്സാ പദ്ധതികളെ പറ്റിയും ചികിത്സാ രീതികളെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. ഇത് എയ്ഡ്സിൻ്റെ ചികിത്സാ രീതിയാണ് ആർട്ട്, ആൻറ്റി റിട്രോ വൈറൽ
ട്രീറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? ചെന്നൈ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചെന്നൈയിലാണ്. എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1 കേട്ടോ. 1988 മുതലാണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എയ്ഡ്സ് ദിനം ഡിസംബർ 1 എല്ലാവർക്കും അറിയാം. വർഷം കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. 1988 മുതലാണ് വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടെസ്റ്റുകളാണ് ഏത്? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് എലൈസ ടെസ്റ്റ്. എല്ലാവർക്കും അറിയാം എലൈസ ടെസ്റ്റിനെ പറ്റി അല്ലേ? എലൈസ ടെസ്റ്റ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എലൈസ ടെസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാം. പൂർണ്ണ രൂപം കൃത്യമായിട്ട് അറിയത്തില്ല, അപ്പോൾ അത് മറന്നു പോകല്ലേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്നാണ് എലൈസ ടെസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. മറ്റൊരു ടെസ്റ്റാണ് ഏത്? വെസ്റ്റേൺ ബോൾട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ്, PCR. അപ്പം ഈ ടെസ്റ്റുകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടയാണ്? നമ്മുടെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. പ്രതിരോധ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. 1988 മുതലാണ് എയ്ഡ്സ് ദിനം ഡിസംബർ 1 ആചരിച്ചു തുടങ്ങി അല്ലേ? ചിഹ്നം എന്താണ്? നമ്മുടെ റെഡ് റിബൺ ആണല്ലേ? അതെല്ലാവർക്കും അറിയാം. റെഡ് റിബൺ ആണല്ലേ? റെഡ് റിബൺ ആണ് എയ്ഡ്സിൻ്റെ ചിഹ്നമായിട്ട് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ്, എപ്പോഴും ബേസിൽ ചോദിക്കുന്ന ടെസ്റ്റ് ഏതാണ്? എലൈസയാണ്. പക്ഷേ പൂർണ്ണരൂപം ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് എന്താണ് ഇത് പഠിച്ചു വെച്ചേക്കൂ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. മറ്റു ടെസ്റ്റുകളാണ് വെസ്റ്റേൺ ബോൾട്ട്, നേവ, PCR ഒക്കെ കേട്ടോ. എബോള രോഗം അടുത്തിടെ എന്താണ് ഒരു 2-3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 4 വർഷങ്ങളായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കേട്ടൊരു പേരാണ് ഇത്. നമ്മുടെ കൊറോണ പോലെ തന്നെ ഇത് എബോള എന്ന രോഗം അല്ലേ? നോക്കിക്കോളൂ. പനി, ശരീരം വേദന, വയറിളക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതൊരു സൂണോട്ടിക് ഡിസീസാണ്. സൂണോട്ടിക് ഡിസീസ് മീൻസ് എന്താണ്? മൃഗങ്ങളിൽ നിന്നും പകരുന്ന രോഗമാണ് അല്ലേ? സൂണോട്ടിക് ഡിസീസാണ് എബോള. 1976 ആദ്യമായിട്ട് എബോള നദിക്കരയിലാണ് ഇത് സ്ഥിരീകരിച്ചത് കേട്ടോ. ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത് ഈ അടുത്ത കാലത്തൊന്നും അല്ല, 1976 എങ്കിൽ അടുത്ത കാലത്ത് ഇത് വളരെയധികം ഭയമുണ്ടാക്കിയ ഒരു രോഗമാണ് ഇത് എബോള. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എബോള രോഗം 1976 ആദ്യമായി സ്ഥിരീകരിച്ചു. ഒരു സൂണോട്ടിക് ഡിസീസാണ്. പനി, ശരീരം വേദന, വയറിളക്കം എന്നിവയൊക്കെയാണ് എബോളയുടെ ലക്ഷണങ്ങൾ. എബോള വൈറസ്, വൈറസിൻ്റെ പേരെന്താണ്? എബോള വൈറസ് എന്ന് തന്നെയാണ് കേട്ടോ. എബോള വൈറസ്. അടുത്താണ് മുണ്ടിനീര്. എല്ലാവർക്കും അറിയാം മുണ്ടിനീര്. നമ്മുടെ പാരോട്ടിഡ് ഉമിനീർ ഗ്രന്ഥി ഉണ്ടല്ലോ, നമുക്ക് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് അല്ലേ? നമ്മൾ ഗ്രന്ഥി പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പാരോട്ടിഡ് ഗ്രന്ഥിയാണ് എന്ത് ബാധിക്കുന്നത്? മുണ്ടിനീര് ബാധിക്കുന്നത് കേട്ടോ. പാരാമിക്സോ വൈറസിൻ്റെ പേരെന്താണ്? പാരാമിക്സോ വൈറസ് കേട്ടോ. വായു മുഖേനയാണ് ഇത് പകരുന്നത്. വളരെ വേഗം തന്നെ പറന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ഇത് മുണ്ടുനീര്. വായു മുഖേന പകരുന്നു. പാരാമിക്സോ വൈറസ് ആണ് ഇതിൻ്റെ വൈറസ്. പരോട്ടിഡ് ഉമിനീർ ഗ്രന്ഥിയാണ് ഇത് ബാധിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ഏത് ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ എവിടെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ പരോട്ടിഡ് ഉമിനീർ ഗ്രന്ഥിയാണ് എന്ത് ബാധിക്കുന്നത്? മുണ്ടുനീര് ബാധിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ പറയില്ലേ? ജോണ്ടിസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന രോഗമാണ് ഇത് ഹെപ്പറ്റൈറ്റിസ്. കരളിനെയാണ് ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് പല തരത്തിലുണ്ടാകാം. ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഡിസീസ് മാത്രമല്ല, മദ്യപാനത്തിലൂടെയും എന്തുണ്ടാകുന്നുണ്ട്? ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, തെറ്റായ ആഹാര രീതിയിലൂടെയും എന്തുണ്ടാകുന്നുണ്ട്? ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. നോക്കിക്കോളൂ, കരളിനെയാണ് ഇത് ബാധിക്കുന്നത് കേട്ടോ. അവയവം ഏതാണ്? കരൾ. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഇ എന്നിങ്ങനെ 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസുകളാണുള്ളത്. ഇതൊരു വൈറൽ രോഗമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. എയും ഇയുമാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും വൈറൽ ഡിസീസാണ്. ഓക്കെ, അപ്പം ബിയും സിയും ഡിയും എങ്ങനെയല്ല? വൈറൽ ഡിസീസ് അല്ല. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ടും എങ്ങനെ ഉണ്ടാകുന്നതാണ്? മദ്യപാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഏത്? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന അവസ്ഥ കേട്ടോ. അപ്പം നോക്കിക്കോളൂ, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും എന്താണ്? വൈറസ് രോഗമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇതാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ രോഗാവസ്ഥ എന്താണ് കാണിക്കുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന
പിത്തരസം ബൈലില്ലേ, അതിൻ്റെ പ്രവാഹം എന്ത് ചെയ്യുന്നു? തടയുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ കരളുൽപ്പന്ന പിത്തരസത്തിനകത്തുള്ള കണ്ടന്റുകളാണ് ഏതൊക്കെ? വർണ്ണകങ്ങളാണ് ഏതൊക്കെ? ബിലിറൂബിനും പർഡിനും ഇല്ലേ? 2 വർണ്ണകങ്ങൾ എന്തിനകത്തുള്ളതാ? പിത്തരസത്തിനകത്തുള്ളതാണ്. ഇതിനകത്തെ ബിലിറൂബിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടും. ആ അവസ്ഥയാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസിലേക്ക് നയിക്കുന്നത്. എയും ഇയും എന്താണ്? വൈറൽ ഡിസീസുകളാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഡിയും ആ കാറ്റഗറിയിൽ പെട്ടതല്ല കേട്ടോ. പേവിഷബാധ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറൽ ഡിസീസാണ്. RNA വൈറസാണ് ഇത്. റാബീസ് വൈറസാണ് പേവിഷബാധയ്ക്ക് കാരണം. നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. റാബീസ് വൈറസിനെ കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണ് കേട്ടോ. അപ്പം എന്താ? പേവിഷബാധ ഏതാണ് വൈറസ്? റാബീസ് വൈറസാണ്. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു. റാബീസ് വൈറസ് കണ്ടെത്തിയത് ലൂയി പാസ്റ്റർ ആണ് അല്ലേ. നമുക്കറിയാം എന്താണ് പേവിഷബാധ ഉണ്ടാകുന്നത്? നായ, പൂച്ച തുടങ്ങിയ ജീവികളുടെ ആക്രമണത്തിൽ നിന്നാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് നൽകുന്നുണ്ട്? വാക്സിൻസ് നൽകുന്നുണ്ട്. വാക്സിൻ നൽകുന്ന ഇടവേള എങ്ങനെയാണ്? 0, 3, 7, 21 അങ്ങനെയാണ് അല്ലേ. 3 ദിവസം ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്ത് 3-ാമത്തെ ദിവസം അടുത്തത് 7-ാമത്തെ ദിവസം 21-ാമത്തെ ദിവസം അങ്ങനെയാണ് എന്ത് പോകുന്നത്? പേവിഷബാധയുടെ വാക്സിൻസ് എടുക്കുന്നത്. നായ, പൂച്ച തുടങ്ങിയ ജീവികളിൽ നിന്നാണ് പേവിഷബാധ എന്ന രോഗം ഉണ്ടാകുന്നത്. അവയുടെ ശരീരത്തിലുള്ള വൈറസാണ്, അവയുടെ ശരീരത്തിലൂടെ പകരുന്ന വൈറസാണ് ഇത് റാബീസ് വൈറസ്. റാബീസ് വൈറസ് ഒരു RNA വൈറസാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പേവിഷബാധ ബാധിക്കുന്നത് എവിടെയാണ്? നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. മറ്റൊരു വൈറൽ ഡിസീസാണ് വസൂരി ഇല്ലേ. വസൂരി എല്ലാവർക്കും അറിയാം, മാരകമായ ഒരു അവസ്ഥയാണ് വസൂരി. ഇപ്പം എന്തില്ല? ലോകത്തിൽ എന്തില്ല? വസൂരി എന്ന രോഗം ഇല്ല. വേരിയോള വൈറസ് കേട്ടോ. വേരിയോള വൈറസാണ് വസൂരിക്ക് കാരണമാകുന്നത്. 1980-ൽ ലോകത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കിയ ഒരു രോഗമാണ് ഇത് വസൂരി എന്ന് പറയുന്നത് കേട്ടോ. വസൂരി എന്ന രോഗം 1980-ൽ പൂർണ്ണമായിട്ട് നമ്മൾ ലോകത്ത് നിന്നും തുടച്ചു നീക്കി. ശരീരദ്രവങ്ങളിൽ നിന്നാണ് പകരുന്നത് ഇല്ലേ. നമ്മുടെ ചിക്കൻ ബോക്സും വസൂരിയൊക്കെ സെയിം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്? അതായത് രോഗം വന്ന ആളുടെ ശരീരത്തിൻ്റെ സ്രവങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ആളിലേക്ക് ഇത് പകരുന്നത്. ഈ രോഗമൊക്കെ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ദിവസത്തേക്ക് ഒരു 7 to 10 days ഒക്കെ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. കാരണം ഈ രോഗം വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുകയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. ചൊറിച്ചിൽ, വേദന, ക്ഷീണം അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഇതിനുണ്ട്. ഇത് മാരകമായൊരവസ്ഥയാണ് വസൂരി. 1980-ൽ ഇതിനെ എന്ത് ചെയ്തു? ലോകത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കി. ഇനി ഇതെന്തില്ല? ഈ രോഗം വരില്ല അല്ലേ. വൈറസ് ഏതാണ്? വേരിയോളയാണ്. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് LDക്കൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇതിൻ്റെ വൈറസ് ഏതാണ്? വേരിയോള വൈറസ്. ചിക്കൻ ബോക്സ് അതിൻ്റെ വൈറസാണ് വേരിസല്ല വൈറസ് കേട്ടോ. ചിക്കൻ ബോക്സിൻ്റെ ഏതാണ്? വേരിസല്ല സോസ്റ്റർ. ഏതാണ്? വേരിസല്ല സോസ്റ്റർ. ഈ വൈറസാണ് എന്തുണ്ടാക്കുന്നത്? ചിക്കൻ ബോക്സ്. വസൂരിയുടെ കാറ്റഗറി തന്നെ പെട്ട ആളാണ് ചിക്കൻ ബോക്സ്. തുടച്ച് നീക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും ചിക്കൻ ബോക്സ് ആൾക്കാരിൽ പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ വാക്സിനാണ് വാരിവാക്സ്. വാരിവാക്സ് എന്തിന് നൽകുന്നതാണ്? ചിക്കൻ ബോക്സിന് നൽകുന്നതാണ്. വളരെ വേഗം പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ഇത് ചിക്കൻ ബോക്സ്. വസൂരിയുടെ അത്രയും മാരകമൊന്നും അല്ലെങ്കിൽ പോലും ഇതും വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ രോഗം വരുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 7 days അവരെ എന്ത് ചെയ്യും? മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വേഗം പടർന്നു പിടിക്കുന്നു എന്നതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. 7-ാമത്തെ ദിവസം നമ്മൾ മരുന്നുകൾ കൊടുത്താലും മരുന്ന് കൊടുത്തില്ലെങ്കിലും അത് എന്ത് ചെയ്യാൻ തുടങ്ങും? വൈറസ് ഡൗൺ ആയി തുടങ്ങും. പക്ഷേ ചില കേസുകളിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയൊക്കെ, അതായത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ എന്താണ് കുറവായിട്ടുള്ള വ്യക്തികളിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതാണ് റുബല്ല. നമ്മുടെ MMR വാക്സിനകത്ത് ഉൾപ്പെട്ടതാണ് ഇത് റുബല്ല വൈറസിന് കൊടുക്കുന്ന വാക്സിൻ. ത്വക്കിനെയും ലിംഫ് നോഡുകളെയുമാണ് റുബല്ല ബാധിക്കുന്നത്. ജർമ്മൻ മീസിൽസ് കേട്ടോ. ജർമ്മൻ മീസിൽസ് ആണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് റുബല്ല എന്ന രോഗം. റുബല്ല വൈറസാണ് ഇത് പകർന്നത്. ത്വക്കിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ലിംഫ് നോഡുകളെയൊക്കെ എന്ത് ബാധിക്കുന്നുണ്ട്? റുബല്ല രോഗം ബാധിക്കുന്നുണ്ട് കേട്ടോ. റുബല്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാക്സിനാണ് ഏത്? MMR വാക്സിൻ. കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ് MMR. മംസ്, മീസിൽസ്, റുബല്ല കേട്ടോ.
മംസിന് മുണ്ടുനീരില്ലേ, മംസിന്, മീസിൽസ് നമ്മുടെ അഞ്ചാമനി, മീസിൽസിന് റുബല്ല, ഈ മൂന്നിനും കൂടെ നൽകുന്ന ഒരു വൈറസാണ്, ഒരു വാക്സിനാണ് ഏത്? MMR വാക്സിൻ കേട്ടോ. MMR വാക്സിൻ നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച് ഒരു 40 days ഒക്കെ കഴിയുമ്പോഴത്തേക്ക് MMR വാക്സിൻ നൽകി തുടങ്ങും. ഓക്കെ ആണല്ലോ. അപ്പം MMR വാക്സിൻ മംസ്, മീസിൽസ്, റുബല്ല, മംസിനും മീസിൽസിനും റുബല്ലയ്ക്കും കൂടിയാണ് എന്ത് നൽകുന്നത്? MMR വാക്സിൻ നൽകുന്നത്. ജെനിറ്റൽ ഹെർപ്പീസ് ഒരു STD ആണ്. എന്ത്? ജെനിറ്റൽ ഹെർപ്പീസ്. നമ്മൾ ബാക്ടീരിയക്കകത്ത് ജെനിറ്റൽ ഹെർപ്പീസ് STDs 3 പഠിച്ചു. ഇവിടെ വൈറസിനകത്തുള്ളതാണ് ഇത് ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ് 2. ഇത് പകർന്ന വൈറസിൻ്റെ പേരാണ് ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ് 2. ഇതൊരു STD ആണ്. 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഏത്? ജെനിറ്റൽ ഹെർപ്പീസ് എന്ന രോഗം. മറ്റൊരു മാരകമായ വൈറൽ ഡിസീസാണ് സാർസ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസ് രോഗത്തിൻ്റെ പൂർണ്ണരൂപം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഇല്ലേ? നമ്മുടെ കൊറോണയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗമാണ് ഏത്? സാർസ്. സൂണോട്ടിക് രോഗമാണ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണ് ഏത്? സാർസ്. 2002 മുതൽ 2004 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു രോഗാവസ്ഥയാണ്. ഇതൊരു വൈറൽ രോഗമാണ്. നമ്മൾ സാർസ്, കൊറോണ വൈറസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സാർസ് ഒരു വൈറൽ ഡിസീസാണ്. പൂർണ്ണരൂപം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നതെന്ന് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതും ഒരു സൂണോട്ടിക് ഡിസീസാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിപ്പെട്ടതാണ്. 2002 മുതൽ 2004 കാലഘട്ടത്തിലാണ് ഇത് എന്ത് ചെയ്തത്? പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് പൂർണ്ണമായിട്ടും എന്താണ്? ഒരു വൈറൽ ഡിസീസാണ്. ഓക്കെ ആണല്ലോ. COVID-19 എല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗാവസ്ഥയാണ് COVID-19. കോവിഡ് ഒരു വൈറസാണ്, കൊറോണ വൈറസാണ് പകർത്തുന്നത്. സൂണോട്ടിക്കാണ് എന്ത്? കോവിഡും ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ത്? ചൈനയിൽ ഒരു മാർക്കറ്റിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അല്ലേ? അപ്പം ആ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടാണ്? മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, 2019 ഡിസംബറിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് COVID-19 എന്ന പേര് ലഭിച്ചത്. വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് 2 മുതൽ 14 ദിവസം വരെയാണ്. അതായത് 2 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്ത് ചെയ്യും? പെരുകാൻ തുടങ്ങും. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നു. എന്ത്? കോവിഡ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. ലോകത്തിൽ എവിടെയാണ്? ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന മാർക്കറ്റിലാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. ആദ്യം ദേശീയ ലോക്ക്ഡൗൺ കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ലോക്ക്ഡൗൺ 2020 മാർച്ച് 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആണ് പ്രഖ്യാപിച്ചത് ഇന്ത്യ ഗവൺമെൻറ്. COVID-19 ദുരിതാശ്വാസ പാക്കേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യമായി ദേശീയ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 2020 മാർച്ചിലാണ്. 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ പാക്കേജുകളാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. 2020 മാർച്ചിൽ കൊറോണ പാൻഡമിക് ആയിട്ട് ആര് പ്രഖ്യാപിച്ചു? WHO. കൊറോണയെ പാൻഡമിക് ആയിട്ട്, പാൻഡമിക് മീൻസ് എന്താണ്? ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വളരെ വേഗം പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗമാണ് ഇത് കൊറോണ. അതിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. 2020 മാർച്ചിലാണ് കൊറോണയെ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത്. 2020 മാർച്ചിൽ തന്നെയാണ് ദേശീയ ലോക്ക്ഡൗൺ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആണ് COVID-19 ബന്ധപ്പെട്ടത്. കൊറോണ വൈറസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. മറ്റൊരു വൈറസാണ് നിപ്പ. 1999 ആദ്യമായി മലേഷ്യയിലാണ് എന്ത് കണ്ടെത്തിയത്? നിപ്പ കേട്ടോ. മലേഷ്യയിലുള്ള സ്ഥലമാണ് നിപ്പ എന്ന് പറയുന്നത് കേട്ടോ. സൂണോട്ടിക് ഡിസീസാണ്, അതായത് മനുഷ്യനിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്കാണ് ഏത് രോഗം ഉണ്ടാകുന്നത്? നിപ്പ രോഗം ഉണ്ടാകുന്നത്. ഇതൊരു RNA വൈറസാണ്. ഓക്കെ. പഴന്തേനി വവ്വാലിൽ ആണ് എന്ത് ചെയ്യുന്നത്? നിപ്പ രോഗം പകർത്തുന്നത്. അപ്പം നിപ്പ എന്നതൊരു വൈറൽ ഡിസീസാണ്, RNA വൈറസാണ് പകർത്തുന്നത്. പഴന്തേനി വവ്വാലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്?
ഇത് പകർന്നത് കേരളത്തിൽ 2018 മെയ് മാസത്തിലാണ് ഇത് സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ചു മരിച്ച ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ആര്? ലിനി പുതുശ്ശേരി കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട് PSC. നിപ്പ ബാധിച്ചു മരിച്ച ഈ ആരോഗ്യ പ്രവർത്തകയുടെ പേരാണ് ഇത്? ലിനി പുതുശ്ശേരിയാണ്. ഇതിന് വേണ്ട മെഡിസിൻ ആണ് ഇത്? റിബാവറിൻ മോണോക്ലോണൽ ആൻറ്റിബോഡി കേട്ടോ. റിബാവറിൻ ഓക്കെ ആണല്ലോ. അപ്പം ഈ നിപ്പ വൈറസിന് കണ്ടെത്തിയ ഒരു മരുന്നാണ് ഇത്? റിബാവറിൻ മോണോക്ലോണൽ ആൻറ്റിബോഡി. ഈ മരുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് നൽകേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിനിടയ്ക്ക് സൃഷ്ടിച്ചിരുന്നു. മരുന്നിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കൂ. റിബാവറിൻ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന മരുന്ന് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിപ്പ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. പഴന്തീനി വവ്വാലുകളാണ് ഇത് പകർന്നത്. 2018 മെയ് മാസത്തിലാണ് ഇത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 1999 ആദ്യമായിട്ട് മലേഷ്യയിലാണ് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത്? പ്രോട്ടസോവൻ രോഗമാണ് കേട്ടോ. പ്രോട്ടസോവൻ രോഗം ബാക്ടീരിയ പോലെയും വൈറസിനെ പോലെയും ഉള്ളൊരു സൂക്ഷ്മജീവിയാണ് ഇത് പ്രോട്ടസോവ. ഓക്കെ. മനുഷ്യരിലെ ചില രോഗങ്ങൾ ഏകകോശ ജീവികളിലൂടെ പകരുന്നവയാണ്. അപ്പം എന്താണ് പ്രോട്ടസോവ? ഒരു ഏകകോശ ജീവിയാണ്. അവയിലൊന്നാണ് പ്രോട്ടസോവ. ഇവ ഏകകോശ യൂകാരിയോട്ടിക്സ് ആണ് കേട്ടോ. ഏകകോശ യൂകാരിയോട്ടിക്സ് ആണ് ഏത്? പ്രോട്ടസോവ. അപ്പം നമുക്ക് പ്രോട്ടസോവൻ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. നോക്കിക്കോളൂ. പ്രോട്ടസോവൻ രോഗങ്ങളിൽ ആദ്യത്തേതാണ് ഇത്? മലമ്പനി. ഓക്കെ. മലമ്പനി എന്നത് എന്താണ് പകർന്നത്? പ്രോട്ടസോവയാണ് പകർന്നത്. മറന്നു പോകരുത്. അത് ബാക്ടീരിയയും വൈറസുമല്ല. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം മലേറിയ, ഈ 3 തരത്തിലുള്ള പ്രോട്ടസോവകൾ എന്ത് പരത്തുന്നു? മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന രോഗം പകർത്തുന്നു. ഏതൊക്കെയാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, മറന്നു പോകല്, ഫാൽസിപാരം, പിന്നെ ആരാണ്? മലേറിയ. ഇവ 3 പ്രോട്ടസോസ് ആണ്. ഈ 3 പ്രോട്ടസോസും എന്തിന് കാരണമാകുന്നതാണ്? മലേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നവയാണ്. ഇതെന്താണ് പകർത്തുന്നത്? ആരാണ്? അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. എന്തിന്? ഈ പ്രോട്ടസോവകളെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്ന വാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ രോഗത്തിന് പ്രോട്ടസോവകളെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്ന വാഹകർ. അപ്പോൾ പ്രോട്ടസോവകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം മലേറിയയെ വിട്ടു പോകരുത്. കണ്ടെത്തിയത് ആരാണ്? മലേറിയ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് നിർണയിച്ച വ്യക്തിയാണ് ആര്? റൊണാൾഡ് റോസ്. ആദ്യം ഇവ എന്ത് ചെയ്യുന്നു? കരൾ കോശങ്ങളിൽ വെച്ച് പെരുകുന്നു. ഏത്? ഈ പ്രോട്ടസോവകൾ. പിന്നീട് RBCയെ ആക്രമിക്കുകയും വിഷപദാർത്ഥമായ ഹീമോസോയിൻ കേട്ടോ, ഇതിൻ്റെ വിഷപദാർത്ഥമായ ഹീമോസോയിൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് പനിക്കും വിറയലിനും കാരണമാകുന്നു. മലേറിയ രോഗം ബാധിച്ചവരിൽ ചില സമയങ്ങളിൽ, അതായത് ആ ബാധിച്ച് ഒരു അരമണിക്കൂർ ഗ്യാപ്പിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇടവേളകൾ പെട്ടെന്നൊരു പനിയും വിറയലും ഉണ്ടാവും. കാരണം ഇതിൻ്റെ പ്രോട്ടസോവകൾ പെട്ടെന്ന് പെരുകുന്നതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ പെട്ടെന്നൊരു പനിയും വിറയലും ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ ആദ്യം കരളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. പിന്നീട് അത് എവിടെയൊക്കെ ബാധിക്കും? നമ്മുടെ ചുവന്ന രക്താണുക്കളായ RBCയെ ബാധിക്കുകയും അതിൻ്റെ വിഷപദാർത്ഥമായ ഹീമോസോയിൻ കേട്ടോ, വിഷപദാർത്ഥമായ ഹീമോസോയിൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ വിഷപദാർത്ഥമായ ഹീമോസോയിനാണ് പെട്ടെന്ന്, അതായത് ഇരിപ്പിൽ തന്നെ പെട്ടെന്ന് പനി വിറയലുണ്ടാകുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് കാരണം. മാഷ് ഫീവർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ അഴുക്ക് രോഗം, ചതുപ്പ് രോഗം എന്നിങ്ങനെയൊക്കെ എന്തിനെ അറിയപ്പെടുന്നു? മലേറിയ രോഗത്തെ അറിയപ്പെടുന്നു. ആദ്യമായി ഇതിനെ കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. ഇതൊരു പ്രോട്ടസോവൻ രോഗമാണ്, മറന്നു പോകരുത്. മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്ന രോഗം ഒരു പ്രോട്ടസോവൻ രോഗമാണ്. വൈവാക്സ്, ഫാൽസിപാരം, മലേറിയ തുടങ്ങിയ പ്രോട്ടസോവകളാണിത് പകർത്തുന്നത്. അമീബിയാസിസ്, അമീബിയാണ് പകർത്തുന്നത് ഇല്ലേ? എൻറ്റമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടസോവയുടെ പേരേതാണ് അമീബിയാസിസ് ഉണ്ടാക്കുന്നത്? എൻറ്റമീബ ഹിസ്റ്റോളിക്ക കേട്ടോ. എൻറ്റമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടസോവയാണ് അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണം. ഇത് എന്തിനെ ബാധിക്കുന്നു? വൻകുടലിനെ ബാധിക്കുന്നു. നമ്മൾ ചെറുകുടലിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു ഇല്ലേ? ഇത് ആരെയാണ് ബാധിക്കുന്നത്? നമ്മുടെ വൻകുടലിനെയാണ് എന്ത് ബാധിക്കുന്നത്? അമീബിയാസിസ് എന്ന രോഗം ബാധിക്കുന്നത്. ഓക്കെ, ഈച്ചകളാണ് കാരണക്കാർ കേട്ടോ.
ഈ പ്രോട്ടോസോവയെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്ന വാഹകരാരാണ്? ഈച്ചകളാണ്. മലിനമായ ആഹാരം, മലിനമായ പരിസരം എന്നിവ രോഗത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം അമീബിയാസിസ് എന്നത് എന്താണ്? ഒരുതരം വിരയുടെ കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. വൻകുടലിനെയാണ് ബാധിക്കുന്നത്. മലിനമായ ആഹാരത്തിലൂടെയും മലിനമായ പരിസരത്തിലൂടെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിക്കുന്നുണ്ട്. അമീബിയാസിസിന് കാരണമായ പ്രോട്ടോസോവ എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടോസോവയാണ്. ഓക്കെ, വയറിളക്കമൊക്കെയാണ് പ്രധാന ലക്ഷണം കേട്ടോ. അസ്കാരിയാസിസ്. അസ്കാരിസ് എന്ന ഉരുണ്ട വിര അസ്കാരിയാസിസിന് കാരണമാകുന്നു കേട്ടോ. അത് ധാരാളം വിരശല്യം ഉണ്ടാക്കുന്നു. ആന്തരിക രക്തസ്രാവം, പേശീവേദന, പനി, വിളർച്ച എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പം അസ്കാരിസ് എന്ന ഉരുണ്ട വിര, അതൊരു പ്രോട്ടോസോവ കാറ്റഗറി ആണേ കേട്ടോ. അസ്കാരിസ് എന്ന ഉരുണ്ട വിരയാണ് എന്തിന് കാരണം? അസ്കാരിയാസിസ് എന്ന വിരശല്യം ഉണ്ടാക്കുന്നത് ആന്തരിക രക്തസ്രാവം ഇല്ലേ? നമ്മൾ എലിപ്പനിക്കൊക്കെ പറഞ്ഞിരുന്നു ആന്തരിക രക്തസ്രാവം എന്ന അവസ്ഥ അല്ലേ? വളരെ മാരകമായ ഒരു അവസ്ഥയാണ്. ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് വരെ എത്തുന്നതാണ്. പേശീവേദന, പനി, വിളർച്ച എന്നിവയൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? അസ്കാരിയാസിസിൻ്റെ ലക്ഷണങ്ങളാണ്. മറന്നുപോവല്, അസ്കാരിയാസിസ് ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അസ്കാരിസ് എന്ന ഉരുണ്ട വിരയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, മന്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? മന്ത് പ്രോട്ടോസോവൻ രോഗമാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതൊരു പ്രോട്ടോസോവൻ രോഗമാണ്. വ്യൂച്ചറേരിയ മലായി, വ്യൂച്ചറേരിയ ബാൻക്രാഫ്റ്റി എന്ന ഫൈലേറിയൻ വിരകളാണ് എന്തുണ്ടാക്കുന്നത്? മന്തുണ്ടാക്കുന്നത്. എന്താണ്? വ്യൂച്ചറേരിയ മലായി, പിന്നെ ഏതാണ്? ബാൻക്രാഫ്റ്റി. വ്യൂച്ചറേരിയ മലായിയും വ്യൂച്ചറേരിയ ബാൻക്രാഫ്റ്റി എന്നീ ഫൈലേറിയൻ വിരകളാണ് എന്തിന് കാരണം? മന്തിന് കാരണം. ഫൈലേറിയാസിസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. എങ്ങനെയാണ്? വളരെ കാലം നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കിടയിലുള്ള ലിംഫ് വാഹികൾക്കിടയിൽ ജീവിക്കുകയും അവയ്ക്ക് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു ഇല്ലേ? മന്ത് വന്നിട്ടുള്ള വ്യക്തികളുടെ കാലുകളൊക്കെ നമ്മൾ കണ്ടറിയാം. എന്താണ്? ആനയുടെ കാല് പോലെ ഇരിക്കും ഇല്ലേ? അത്രയധികം വീങ്ങിയിട്ട്, അതായത് അവരുടെ കാലുകളിലുള്ള ലിംഫുകളെല്ലാം, ലിംഫ് നോഡുകളെല്ലാം എന്ത് ചെയ്തിരിക്കും? വളരെയധികം വീങ്ങിയിരിക്കും. അങ്ങനെയാണ് ആ കാലുകൾ, വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ആ കാലം കൊണ്ട് സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു രോഗമുണ്ടായാൽ ഈ രോഗത്തിന് കാരണമായ ഫൈലേറിയൻ വിരകളാണ് വ്യൂച്ചറേരിയ മലായിയും വ്യൂച്ചറേരിയ ബാൻക്രാഫ്റ്റിയും. മറന്നു പോകല്, ഇതൊരു പ്രോട്ടോസോവൻ രോഗമാണ്, അതൊട്ടും മറന്നു പോകരുത്. എന്താണ് ചെയ്യുന്നത്? ലിംഫ് വാഹികളിൽ ജീവിക്കുകയും ലിംഫ് വാഹികൾക്ക് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുമൂലമാണ് മന്ത് എന്ന രോഗമുണ്ടാകുന്നത്. ആനക്കാല് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് എലിഫന്റിയാസിസ് എന്ന പേരുമുണ്ട് കേട്ടോ. എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? മന്ത് രോഗം. ഓക്കെ, മന്ത് രോഗം നിർണ്ണയിക്കുന്നത് ഏത് സമയത്താണെന്ന് അറിയാമോ? രാത്രി കാലങ്ങളിലാണ്. കാരണം ഇതിൻ്റെ വിരകൾ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ പ്രോട്ടോസോവസിന് കൂടുതലെല്ലാം ആക്റ്റീവ് ആവുന്നത് രാത്രിയിലാണ്. ഈ വിരകളെല്ലാം കൂടുതലും രാത്രിയിലാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഈ ഫൈലേറിയൻ വിരകളും ആക്റ്റീവ് ആവുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ മന്ത് രോഗം നിർണ്ണയിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. അങ്ങനെയാണ് നിർണ്ണയം നടത്തുന്നത്. ഓക്കെ, കാലുകളിലെ ലസികാ നാളിയിലാണ് ഈ വീക്കം കാണപ്പെടുന്നത്. ഇവ എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്നു. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് പകർന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. മന്ത് പകർത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. DEC ആൽബൻഡസോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇതിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ഇത് DEC ആൽബൻഡസോൾ. നമ്മുടെ വിര ഇളക്കാൻ നൽകുന്ന അതേ ടാബ്ലറ്റ് ആണ് ഇത് ആൽബൻഡസോൾ. ഈ ഫൈലേറിയൻ വിരകൾ നശിപ്പിക്കാനും നൽകുന്നത് ഏതാണ്? ആൽബൻഡസോൾ ടാബ്ലറ്റുകളാണ്. മന്തുമായി ബന്ധപ്പെട്ട് ക്യൂലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. കൂടുതലായും രോഗകാരികളെ വഹിക്കുന്നത് പെൺകൊതുകുകളാണ് അല്ലേ? അപ്പോൾ ക്യൂലെക്സ് പെൺകൊതുകുകളാണ് എന്ത്? മന്ത് രോഗത്തിന് കാരണമായ ഫൈലേറിയൻ വിരകളെ എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇനി എലിഫന്റിയാസിസ് എന്നും ഫൈലേറിയാസിസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ? വ്യൂച്ചറേരിയ ബാൻക്രാഫ്റ്റി എന്നറിയപ്പെടുന്ന ഒരു ഫൈലേറിയൻ വിരയാണ് എന്തുണ്ടാക്കുന്നത്? മന്ത് രോഗം ഉണ്ടാക്കുന്നത്.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗസ് രോഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ. നമ്മളിപ്പോൾ ബാക്ടീരിയ ഡിസീസ് പഠിച്ചു, വൈറൽ ഡിസീസ് പഠിച്ചു, പ്രധാനപ്പെട്ട പ്രോട്ടോസോവൻ രോഗങ്ങളെക്കുറിച്ചും പഠിച്ചു ഇല്ലേ. പ്രോട്ടോസോവൻ രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മലമ്പനി, മലേറിയ, എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന മന്ത്, പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? അമീബിയാസിസ് എന്ന് പറയുന്ന രോഗം, അസ്കാരിയാസിസ് എന്ന രോഗം. ഈ 4 രോഗങ്ങളെ, പ്രോട്ടോസോവൻ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഫംഗസ് രോഗങ്ങളാണ് അല്ലേ. ഫംഗസ് രോഗങ്ങൾ 4 എണ്ണം നമ്മൾ പ്രധാനപ്പെട്ടും പറയുന്നു. ചുണങ്ങ്, വട്ടച്ചൊറി, അത്ലറ്റ് ഫൂട്ട്, ആണിരോഗം കേട്ടോ. ആണിരോഗം ഒരു ഫംഗസ് ഡിസീസാണേ. അപ്പോൾ ചുണങ്ങ്, വട്ടച്ചൊറി, അത്ലറ്റ് ഫൂട്ട് കേട്ടോ. അത്ലറ്റ് ഫൂട്ട് മറന്നു പോകല്. അത്ലറ്റ് ഫൂട്ട് ഫംഗസ് രോഗമാണ്. ചുണങ്ങും വട്ടച്ചൊറിയൊക്കെ ഫംഗസ് രോഗങ്ങളാണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആണിരോഗവും ഒരു ഫംഗസ് രോഗമാണ് കേട്ടോ. ആണിരോഗവും ഒരു ഫംഗസ് രോഗമാണ് വട്ടച്ചൊറി. സാംക്രമിക രോഗമാണ് എന്ത്? വട്ടച്ചൊറി ഇല്ലേ. പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് എന്ത്? വട്ടച്ചൊറി. അതിന് കാരണം എന്താണ്? മൈക്രോസ്പോറം കേട്ടോ. അതിന് കാരണമായ ഒരു ഫംഗസ് ആണ് എന്ത്? മൈക്രോസ്പോറം എന്ന ഫംഗസ് ആണ് എന്തുണ്ടാക്കുന്നത്? വട്ടച്ചൊറി ഉണ്ടാക്കുന്നത്. ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ ഫംഗസുകളാണ് രോഗത്തിന് കാരണം. എന്താണ്? ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ, ആ ഫംഗസുകളുടെ പേരുകളാണ്, ഈ മൈക്രോസ്പോറം വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളുടെ പേരുകളാണ് ട്രൈക്കോഫൈറ്റൻ. ഓക്കെ, അടുത്തയാണ് എപ്പിഡെർമോഫൈറ്റൻ. ട്രൈക്കോഫൈറ്റനും എപ്പിഡെർമോഫൈറ്റൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളാണ് എന്തിന് കാരണം? വട്ടച്ചൊറിക്ക് കാരണം. പ്രധാന ലക്ഷണം എന്താണ്? തലയോട്ടി, ത്വക്ക്, നമ്മുടെ നഖം എന്നീ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ടാകുന്നു? ചൊറിച്ചിലുണ്ടാകുന്നു ഇല്ലേ. വട്ടച്ചൊറിയുടെ ചിത്രം നേണ്ട കാണാം. നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് റാഷസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് എന്ത്? വട്ടച്ചൊറി എന്ന രോഗാവസ്ഥ.